Hello all. Welcome to day 3 of the mini course. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന മെമ്മറി എന്ന് പറയുന്ന മോഡ്യൂളാണ്. സോ ഞാൻ എന്നെ പറ്റിയിട്ട് പറയാം. ഞാൻ ആദ്യം JRF എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്വാളിഫൈ ചെയ്തു. എൻ്റെ PGന്റെ ഫസ്റ്റ് സെമിസ്റ്ററിൽ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ PG പഠിച്ചത്. സോ ഡിസംബർ 2019 JRF ക്വാളിഫൈ ചെയ്തു. ആൻഡ് ഇപ്പോൾ ഞാൻ IIT ഹൈദരാബാദിൽ PhD സ്കോളറാണ്. സോ നിങ്ങളൊക്കെ Hello. What is this language? Sorry, we have non-Malayalam speakers here? Yes, I'm a Bengali and I only understand English. Okay, cool. I was not given that information. Yeah, sure. So then we can continue in English if everyone's comfortable with that as well. Yeah, just a second. We can begin in probably 2 minutes, okay? We'll just wait for if anyone else also wants to join. So I'll just recap about myself. I qualified JRF in 2019 December in the first semester of my master's, and I'm currently doing my PhD at IIT Hyderabad. Okay, so we'll just wait for like 1 more minute and then we can continue. Okay, hi guys. So we'll continue, and I'm really sorry. I was just told that the session was going to be in Malayalam. So I hope everyone here is comfortable with Malayalam. And if you want any clarifications, any particular part clarification, definitely we can go over it in English as well. But the class will be in Malayalam. Okay. So let's get started then. Yeah, I'll just share my screen. But before that, what are you guys doing? Do we have masters ചെയ്യുന്ന ആൾക്കാർ PG ചെയ്യുന്ന ആൾക്കാരാണോ PG കഴിഞ്ഞവരാണോ ജനറലി ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം അല്ലെങ്കിൽ ചാറ്റ് ബോക്സിലാണെങ്കിലും ഇടാം. ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് എന്തെല്ലാം നിങ്ങളുടെ ഒരു എക്സിസ്റ്റിംഗ് ലെവൽ എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഒരാൾ PG ചെയ്യാണ്. ഓക്കെ, ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. Okay. I think reply ചെയ്തവരിൽ കൂടുതലും PG ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് അല്ലേ? ഓക്കെ, അടിപൊളി. അപ്പോൾ എന്തായാലും ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴും ടച്ച് ഉള്ള കാര്യം തന്നെയായിരിക്കും. ഡെഫിനറ്റ്ലി ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, PG കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. സോ പിന്നെ ക്ലാസ്സിന്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചോദിക്കാവുന്നതാണ് കേട്ടോ. സോ ചാറ്റിൽ ഇട്ടതാണെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം എനിത്തിങ് ക്ലാരിഫൈ ചെയ്യാനുണ്ടെങ്കിൽ. സോ ജസ്റ്റ് പുതിയതായിട്ട് വന്ന ആൾക്കാർക്ക് ഞാൻ ഒന്നും കൂടെ പറയാണ്. സോ ഇൻട്രൊഡക്ഷൻ പറയാം. എൻ്റെ പേര് സ്വാതി എന്നാണ്. ഞാൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിന്ന് മാസ്റ്റേഴ്സ് കഴിഞ്ഞ് ഇപ്പോൾ PhD ചെയ്യാണ്. ഞാൻ 2019 ഡിസംബറിൽ PGന്റെ ഫസ്റ്റ് സെമിസ്റ്ററിൽ JRF ക്വാളിഫൈ ചെയ്തു. ഇപ്പൊ ഞാൻ IIT ഹൈദരാബാദിൽ ഫസ്റ്റ് സെമിസ്റ്റർ PhD സ്കോളറാണ്. സോ ഇഫ് യു ഗൈസ് ഹാവ് എനി ഡൗട്ട്സ് ജസ്റ്റ് ക്ലാസ്സിന്റെ ഇടയിൽ എപ്പോഴാണെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ടൊക്കെ ചോദിക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അതേപോലെ സ്പീഡ് ഓക്കെ ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫൈ ചെയ്യാനുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡോണ്ട് ഹെസിറ്റേറ്റ്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഇന്നത്തെ നമ്മുടെ മോഡ്യൂൾ മെമ്മറിയാണ്. സോ എൻ്റെ സ്ക്രീൻ വിസിബിൾ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു ഫോർ റിപ്ലൈങ്. അതുപോലെ നിങ്ങൾ റിപ്ലൈ ചെയ്യാൻ ഒരിക്കലും ഹെസിറ്റേറ്റ് ചെയ്യണ്ട കേട്ടോ. ഈവൻ എല്ലാം ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഓക്കെ ആണ് എന്നുള്ളത് പോലും ഒരു റെസ്പോൺസ് ആണല്ലോ. എനിക്ക് നിങ്ങൾ ആരെയും കാണുന്നില്ല. സോ എന്താണെങ്കിലും ക്ലാസ്സിൽ റെസ്പോണ്ട് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മടിക്കേണ്ട. ഓക്കെ, സോ മെമ്മറി ആൻഡ് ഫൊർഗെറ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോഡ്യൂൾ ആണ്. ഇറ്റ്സ് ഓൾസോ വെരി സിമ്പിൾ. ലൈക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഒന്നുമല്ല, ബട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നുമാണ്. കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു വെച്ചാൽ പിന്നെ സെറ്റാണ് സംഭവം. സോ ഈ മോഡ്യൂളിൽ മെയിൻലി നമുക്ക് നോക്കാനുള്ള സംഭവങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലൈക്ക് ഒരു കോണ്ടന്റ്സ്, മെമ്മറി പ്രോസസ്സസ് നമുക്ക് നോക്കാണ്ട്, ഒബ്വിയസ്ലി എൻകോഡിംഗ്, സ്റ്റോറേജ്, റിട്രീവൽ. അതേപോലെ കുറച്ച് സ്റ്റേജസ്, കുറച്ച് തിയറീസ് നമുക്ക് പഠിക്കാനുണ്ട്. കുറച്ച് ലെവൽസ് ഓഫ് പ്രോസസിംഗ് പോലത്തെ തിയറീസ് പഠിക്കാനുണ്ട്. ഇതിന്റെയൊക്കെ ഇടയിൽ വേറെ ചെറിയ ചെറിയ സാധനങ്ങളും ഉണ്ടാവും. ബട്ട് ഓവറോൾ നോക്കുകയാണെന്ന് വെച്ചാൽ ദീസ് ആർ ദ മെയിൻ കോണ്ടന്റ് ദാറ്റ് വി ഹാവ് ടു ലുക്ക് അറ്റ് ഇൻ ദിസ് മോഡ്യൂൾ. തിയറീസ് ഓഫ് ഫൊർഗെറ്റിംഗ് ഉണ്ട്, അതിനെ പറ്റിയിട്ടും നമുക്ക് പറയാനുണ്ട്. സോറി, ആരോ സ്ക്രീനിൽ ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത്. ഓക്കെ, ഓൾറൈറ്റ്.
അതേപോലെ ക്ലാസ്സിന്റെ ഇടയിൽ അൺമ്യൂട്ട് ആവാതിരിക്കാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, അല്ലെങ്കിൽ അൺമ്യൂട്ട് ആവാതിരിക്കാൻ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് ഓഫ് വിത്ത് ദി മെമ്മറി പ്രോസസ്സസ്. നമുക്കറിയാം 3 പ്രോസസ്സസ് ആണ്: എൻകോഡിംഗ്, സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ. ഇൻ ഷോർട്ട്, എൻകോഡിംഗ് എന്താണ്? നമ്മുടെ ചുറ്റുമുള്ള ലോകത്ത് കുറേ ഇൻഫർമേഷൻ ഉണ്ട് അല്ലെ? ആ ഇൻഫർമേഷൻ നമ്മളുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്തിട്ട് റിറ്റെയിൻ ചെയ്യുന്നത്, ഐ മീൻ അത് ബ്രെയിനിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ മെമ്മറി സിസ്റ്റത്തിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സാണ്. സോ ഇൻഫർമേഷൻ ഫ്രം our surroundings is transformed and entered into the memory system. That is basically encoding. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? സ്റ്റോറേജ് ആണ്. നമ്മളുടെ ബ്രെയിനിലേക്ക് ഓൾറെഡി എത്തിച്ചു, ഇനി അത് അവിടെ റിറ്റെയിൻ ചെയ്യണം, അത് അവിടെ ഹോൾഡ് ചെയ്ത് കുറച്ചു നേരം വെക്കണം, പിന്നീട് നമുക്ക് അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം അല്ലേ? അപ്പൊ അതിനെ നമ്മൾ സ്റ്റോർ ചെയ്യണം. ദാറ്റ് ഇസ് സ്റ്റോറേജ്. വെരി സിമ്പിൾ. അടുത്തത് റിട്രീവൽ. റിട്രീവൽ എങ്ങനെയാ? നമ്മൾ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ച സാധനത്തിന് നമ്മുടെ കോൺഷ്യസ് അവയർനെസ്സിലേക്ക്, ആ ഒരു നിമിഷം നമ്മൾ യൂസ് ചെയ്യുന്ന അവയർനെസ്സിലേക്ക് retrieve ചെയ്ത് കൊണ്ടുവരാം. We are recovering that information so that we can consciously be aware of it and we can use that memory. That is the process of retrieval. ഇത് മൂന്നും just in short എന്താണെന്നുള്ളത്. So encoding ആണ് നമ്മുടെ first step. We're going to look at encoding in detail. Encoding എന്താ? Organizing of sensory information so the brain can process it. നമ്മളുടെ ബ്രെയിനിന് പ്രോസസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് സെൻസറി ഇൻഫർമേഷനെ നമ്മൾ ഓർഗനൈസ് ചെയ്ത് എത്തിക്കുകയാണ് മെമ്മറി സിസ്റ്റത്തിലേക്ക്. ദിസ് ഇസ് ഒബ്വിയസ്ലി ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ ഫ്ലോ ഓഫ് മെമ്മറി. സോ നമ്മൾ എന്തൊരു ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യണമെങ്കിലും ആദ്യം നമ്മൾ എൻകോഡ് ചെയ്യണം. ഇപ്പോ എന്റെ USB ഒരു സിനിമ ഉണ്ട് വിചാരിക്കുക, എനിക്കത് പക്ഷെ എന്റെ ലാപ്ടോപ്പിൽ കാണണമെങ്കിൽ ആദ്യം ഞാൻ എന്റെ ലാപ്ടോപ്പിലേക്ക് എത്തിക്കണം, ഞാൻ അതിനെ പ്ലഗ് ചെയ്ത് കണക്ട് ചെയ്യണം രണ്ടും തമ്മിൽ. ദാറ്റ് ഈസ് എ പ്രോസസ് ഓഫ് എൻകോഡിങ്. ഞാൻ അതിനെ ഉള്ളിലേക്ക് എത്തിക്കുകയാണ്, ഇൻ ടു മൈ മെമ്മറി സിസ്റ്റം, പുട്ടിങ് ഇറ്റ് ദേർ. സോ എൻകോഡിങ് സക്സസ്ഫുൾ ആണെങ്കിൽ നമുക്ക് ഈ സ്റ്റോറേജിൽ കിടക്കുന്ന സാധനത്തിന് റിട്രീവ് ചെയ്ത് കൊണ്ടുവരാം. There are 2 kinds of encoding. ഒന്ന് ഓട്ടോമാറ്റിക് എൻകോഡിംഗ്, ഒന്ന് എഫേർട്ട്ഫുൾ എൻകോഡിംഗ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്നും കൂടി ക്ലാരിഫൈ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ സ്ലോ ആയിട്ട് പോകണമെങ്കിൽ, ഫാസ്റ്റ് ആയിട്ട് പോകണമെങ്കിൽ ഫീൽ ഫ്രീ ടു ലെറ്റ് മീ നോ കേട്ടോ. അതിനനുസരിച്ച് നമുക്ക് ക്ലാസ് നിങ്ങളുടെ ഫീഡ്ബാക്കോടെ തന്നെ നമുക്ക് എടുക്കാം. സോ ഓക്കെ, താങ്ക് യു. സോ ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗ് ആണ് നമുക്ക് ആദ്യം നോക്കാനുള്ളത്. സോ ഇറ്റ്സ് ദി അൺകോൺഷ്യസ് എൻകോഡിംഗ് ഓഫ് ഇൻഫർമേഷൻ. ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അങ്ങനെ എഫേർട്ട് ഇട്ട് കുറെ ചിന്തിച്ച് നമ്മൾ ബ്രെയിനിലേക്ക് എത്തിക്കല്ല. ഇറ്റ് ഹാപ്പൻസ് എഫേർട്ട്ലെസ്ലി. സോ വാട്ട് ഡിഡ് യു ഈറ്റ് ഫോർ ലഞ്ച് എന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ കുത്തിരുന്ന ഐ ഹാഡ് ചോറ് ഫോർ ലഞ്ച് ടുഡേ എന്ന് ആരും എഴുതി പഠിക്കാറില്ല, എന്നാലും നമുക്കത് കൃത്യമായിട്ട് അറിയാം. സോ ദിസ് ഇസ് ഓൾ ഓട്ടോമാറ്റിക്കലി അൺകോൺഷ്യസ്ലി എൻകോഡഡ് ഇൻ ടു യുവർ ബ്രെയിൻ. അല്ലെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ട് ക്ലാസ്സിൽ പോയത് എന്താണ്, നിങ്ങളുടെ ലാസ്റ്റ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് എന്താണ്, ഇതൊക്കെ നിങ്ങൾ കഷ്ടപ്പെട്ട് ഓർക്കുന്ന കാര്യങ്ങളല്ല. അതേപോലെ നമ്മൾ വേർഡ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത്, നമ്മൾ എന്തൊരു പുതിയ ഇൻഫർമേഷൻ ഒരു ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ കുറെ ഇൻഫർമേഷൻ ഒക്കെ, കുറെ എനർജിയും എഫേർട്ട് ഒക്കെ ഇടും. ഒരു പോയിന്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ക്രീനിൽ ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ വേർഡ്സ് ഒക്കെ നിങ്ങൾ അൺകോൺഷ്യസ് ആലോചിച്ച് എൻകോൺഷ്യസിന്റെ മീനിങ് എന്താണ്, ഓക്കെ എൻകോഡിംഗ് പറഞ്ഞ എൻകോഡിങ്ങിന്റെ മീനിങ് എന്താണ്, അങ്ങനെ നിങ്ങൾ എഫേർട്ട്ഫുള്ളി അല്ലല്ലോ ചെയ്യുന്നത്. യു ആർ ജസ്റ്റ് ബീങ് ഏബിൾ ടു ഡു ഇറ്റ് automatically. So that is automatic processing. Okay. Next is effortful processing. Effortful processing എന്താ? It requires attention and conscious effort. Obviously നമ്മളിപ്പോ ഒരു ഹിസ്റ്ററി എക്സാമിന് വേണ്ടി പഠിക്കുന്ന സമയത്ത് ഓരോ ഇയറും നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കണം. അതേപോലെ ജോഗ്രഫി ആണെങ്കിൽ നമ്മൾ ഇൻഫാക്ട് നമ്മൾ യൂഷ്വലി അക്കാഡമിക്സിൽ പഠിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഫോർമുലാസ് ആണെങ്കിലും ഇതൊക്കെ നമ്മൾ മെമ്മറൈസ് ചെയ്യാണ്. നമ്മൾ കോൺഷ്യസ്ലി അറ്റൻഷനും എഫേർട്ടും ഇട്ട് പഠിക്കുന്ന സംഭവങ്ങളാണ്. അതേപോലെ ഒരു ഫോൺ നമ്പർ നമുക്ക് റിമെമ്പർ ചെയ്യണമെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ അതിന് ഓട്ടോമാറ്റിക്കലി അല്ല, എഫേർട്ട്ഫുള്ളി ആണ് ഓർമ്മിക്കുക. ആരും അൺമ്യൂട്ട് ആയിട്ടുണ്ട്, ഒന്ന് മ്യൂട്ട് ആക്കണേ. ഓക്കെ. സോ എൻകോഡിംഗ് മെയിൻലി 3 രീതിയിലാണ് ഉണ്ടാകുന്നത്. ഓർ അതർ നമ്മുടെ ചുറ്റും പ്രിഡോമിനന്റ്ലി നമുക്ക് 3 ടൈപ്സ് ഓഫ് ഇൻഫോർമേഷൻ ആണ് നമ്മൾ എൻകോഡ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാറ്. ഒന്ന് വിഷ്വൽ, നമ്മുടെ ചുറ്റുമുള്ള വിഷ്വൽ സ്റ്റിമുലൈ നമ്മൾ എങ്ങനെയാണ് എൻകോഡ് ചെയ്യുക? ത്രൂ ദ വിഷ്വൽ എൻകോഡിംഗ്. ഓക്കെ. സെക്കൻഡ് ഇസ് അക്കൂസ്റ്റിക്, വിച്ച് ഇസ് ഫോർ സൗണ്ട്സ്. ഒബ്വിയസ്ലി നമ്മുടെ ചുറ്റിലുള്ള സൗണ്ട്സ് ഒക്കെ നമ്മൾ എൻകോഡ് ചെയ്യുന്നത് അക്കൂസ്റ്റിക് എൻകോഡിംഗ് വഴിയാണ്. തേർഡ് ഇസ് സെമാന്റിക് ഓർ ബേസ്ഡ് ഓൺ മീനിങ്. സോ നമ്മൾ ആ വേർഡിന്റെ ഓർ വാട്ട് എവർ നമ്മൾ കാണുന്ന കാര്യത്തിന്റെ എക്സാക്ട്ലി അതിനെ പതിച്ചു വെക്കല്ല, അതിന്റെ മീനിങ് മനസ്സിലാക്കുകയാണ്. That is based on meaning and that is called as semantic. Semantic എവിടെ നമ്മൾ കണ്ടാലും അതിന്റെ അർത്ഥം മീനിങ് ആണ്. സോ നമ്മൾ കുറെ തിയറീസിൽ സെമാന്റിക്കും കാര്യങ്ങളൊക്കെ മെമ്മറിയിൽ നമ്മൾ എൻകൗണ്ടർ ചെയ്യും. Again and again, just keep it in mind. Semantic means meaning. Second നമ്മുടെ പ്രോസസ് is storage.
സ്റ്റോറേജ് എന്താണുള്ളത്? മെയിൻറ്റെയിനിങ് ദി ഇൻഫർമേഷൻ അവൈലബിൾ ഇൻ മെമ്മറി. ആരോ വീണ്ടും ഡ്രോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, right, storage. The storage is the maintaining information available in memory. So encoding വഴി നമ്മുടെ ബ്രെയിനിലേക്ക് എത്തിച്ചു. ഇനി അതവിടെ നമ്മൾ പിടിച്ചു വെക്കണം, അല്ലെങ്കിൽ അവിടെ എത്തിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. So when we have access to information that they no longer sense, this is how you can actually understand storage. നമ്മുടെ ചുറ്റിലും ഇല്ലാത്തൊരു കാര്യത്തിനെ പറ്റി, അല്ലെങ്കിൽ നമ്മളുടെ സെൻസസ് വഴി നമുക്ക് ഇൻഫർമേഷൻ കിട്ടാത്തൊരു കാര്യത്തെ പറ്റി നമുക്ക് മെമ്മറി ആക്സസ് ചെയ്യാൻ പറ്റുന്ന സമയത്ത്, that is when you are storing something. നമ്മുടെ ചുറ്റിലും ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്സിൽ ഇല്ലാത്തൊരു സാധനത്തെ പറ്റി നമ്മൾക്ക് അവയർനെസ്സും അല്ലെങ്കിൽ മെമ്മറീസും ഉണ്ടാവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ദാറ്റ് ഇസ് വെയർ മെമ്മറി ഈസ് ഇൻവോൾവ്. ആൻഡ് ഇഫ് മെമ്മറി ഈസ് ഇൻവോൾവ്, ഒബ്വിയസ്ലി സ്റ്റോറേജ് ഷുഡ് ഹാവ് ബീൻ ഡൺ. അത് നമ്മുടെ ബ്രെയിനിൽ അല്ലെങ്കിൽ മെമ്മറി സിസ്റ്റത്തിൽ സ്റ്റോർ ആയിട്ടുണ്ട്. തേർഡ് പ്രോസസ് ഇസ് റിട്രീവൽ. ഷോർട്ട് ടേം മെമ്മറി ഉണ്ട്, ലോങ് ടേം മെമ്മറി ഉണ്ട് അല്ലെ. ഇതിനെ പറ്റിയിട്ടൊക്കെ മെമ്മറി സ്റ്റോർസിനെ പറ്റിയിട്ടും തിയറീസും മോഡൽസ് ഒക്കെ നമുക്ക് ഇനിയും പറയാനുണ്ട്. ബട്ട് ഷോർട്ട് ആയിട്ട് പറയുകയാണെന്ന് വെച്ചാൽ എന്താ, ഷോർട്ട് ടേം മെമ്മറി നമ്മൾ എങ്ങനെയാണ് റിട്രീവ് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്യുന്നതും റിട്രീവ് ചെയ്യുന്നതും സീക്വൻഷ്യലി ആണ്. വാട്ട് ഇസ് സീക്വൻഷ്യൽ മീൻ? ബേസ്ഡ് ഓൺ ദി ഓർഡർ. സോ ഒരു ലിസ്റ്റ് ഓഫ് വേർഡ്സ് ഓർ നമ്പേഴ്സ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഓർമ്മിക്കാൻ പറയുകയാണെങ്കിൽ, സോ ഐ എം ഗിവിംഗ് യു മേ ബി 45 seconds, ഒരു 10 വേർഡ്സ് ഉണ്ട്, 45 seconds നിങ്ങളുടെ അടുത്ത് ഓർമ്മിക്കാൻ പറയുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ മോസ്റ്റ് പ്രോബബ്ലി അതിനെ ആ ഒരു ഓർഡറിലായിരിക്കും റിട്രീവ് ചെയ്യുന്നുണ്ടാവുക. ബിക്കോസ് ഷോർട്ട് ടേം മെമ്മറി is stored and retrieved sequentially. But at the same time, long term memory എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതും റിട്രീവ് ചെയ്യുന്നതും? It's by association. So based on the meaning or based on what it's associated with. സോ അസോസിയേഷൻ എന്താ നമുക്കറിയില്ല, നമ്മൾ അതിന്റെ മീനിങ് മനസ്സിലാക്കി അതിനെ നമ്മളുടെ ബ്രെയിനിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു ഓർഗനൈസ് ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ ലോങ് ടേം മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത്. സോ അതിനകത്ത് റിട്രീവ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ അസോസിയേഷൻ ആൻഡ് മീനിങ്. സോ നമ്മൾ ലിങ്ക്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ എപ്പോഴും രണ്ടാൾക്കാർ ഒരുമിച്ച് കാണാൻ വിചാരിക്കുക, രണ്ട് ഫ്രണ്ട്സിനെ എപ്പോഴും നമ്മളുടെ ക്ലാസ്സിൽ ഒരുമിച്ച് അവരിങ്ങനെ ഒരുമിച്ചായിരിക്കും നടക്കുന്നുണ്ടാവും. അപ്പോൾ ഒരാളെ കാണുമ്പോൾ നമ്മൾ മറ്റാളെ ഓർക്കില്ലേ? ദാറ്റ് ഇസ് ബിക്കോസ് ദേ ആർ സ്റ്റോർഡ് ബൈ അസോസിയേഷൻ. സോ അതേപോലെ തന്നെ നമ്മൾ എന്തൊരു കാര്യം ലോങ് ടേമിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അസോസിയേഷൻ വഴിയായിരിക്കും നമ്മൾ അതിനെ റിട്രീവ് ചെയ്യുന്നുണ്ടാവും. ഷോർട്ട് ടേം മെമ്മറിനെ സീക്വൻഷ്യലി, ലോങ് ടേം മെമ്മറി ബൈ അസോസിയേഷൻ. ക്ലിയർ അല്ലേ ഇതൊക്കെ? 2 ways ഓഫ് റിട്രീവൽ ആണുള്ളത്. മെയിൻലി ഒന്നും കൂടി ഉണ്ട്, നമുക്ക് പിന്നെ പറയാം. ബട്ട് മെയിൻലി റീകോൾ ആൻഡ് റെക്കഗ്നിഷൻ ആണ്. റീകോൾ എന്താ? independently reproducing the information that we have been previously exposed to. So നമ്മൾ ആ ഇൻഫർമേഷൻ ഒരു തവണ എക്സ്പോസ്ഡ് ആയി, ഒരു തവണ whatever നമ്മൾ എക്സ്പോസ്ഡ് ആയി ആ ഇൻഫർമേഷൻ ആയിട്ട്, പിന്നീട് നമ്മൾ അതിനെ ഇൻഡിപെൻഡന്റ്ലി ഒരു എക്സ്റ്റേണൽ ക്യൂസും ഇല്ലാണ്ട് റീപ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് റീകോൾ ആണ്. സോ ഫിൽ ഇൻ ദ ബ്ലാങ്ക് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ റീകോൾ ആണ്. കാരണം നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻസ് ഒന്നും തരുന്നില്ല, നിങ്ങൾ സ്വന്തം അതിനെപ്പറ്റി ഓർത്തുണ്ടാക്കണം. ബട്ട് റെക്കഗ്നിഷൻ എന്താ? Realizing that a certain stimulus event is the one that we have seen or heard before. നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളത് ഇത് നമ്മൾ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ നമ്മൾ ഇതിനകത്ത് നോക്കണ്ടൂ. സോ യെസ്, ഞാൻ ഇതിനെ മുമ്പ് കണ്ടിട്ടുണ്ട്. ദാറ്റ് ഇസ് റെക്കഗ്നൈസിങ്. സോ യൂഷ്വലി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് കറക്റ്റ് ആൻസർ നമുക്ക് തോന്നും. ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് റെക്കഗ്നിഷൻ. Because it's realizing that a certain stimulus event is something that we have seen or heard before. So recall and recognition. ക്യൂഡ് റീകോൾ എന്ന് പറയുന്ന വേറൊരു സംഭവം കൂടി ഉണ്ട്. ക്യൂഡ് റീകോൾ എന്ന് പറയുന്ന സമയത്ത് കുറച്ച് എക്സ്റ്റേണൽ ക്യൂസ് ഉണ്ടാവും, ബട്ട് റെക്കഗ്നിഷൻ മാത്രമാവില്ല. കുറച്ച് എക്സ്റ്റേണൽ ക്യൂസ് ഉണ്ടാവും, ബട്ട് ബാക്കി നമ്മൾ സ്വന്തം തന്നെ റീകോൾ ചെയ്യണം. ദാറ്റ് ഇസ് കോൾഡ് എസ് ക്യൂഡ് റീകോൾ. CUED, ക്യൂഡ്, ക്യൂ ഉള്ള റീകോൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിനെ പറ്റിയിട്ട് തന്നെ നെക്സ്റ്റ് ഇതിനെ പറ്റിയിട്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ there is something called as generation recognition model. സോ റെക്കഗ്നിഷൻ എന്ന് പറയുന്ന പ്രോസസ് എന്താ? നമ്മൾ ആ ഒരു സാധനം നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യണം. വെറസ് റീകോൾ എന്താ? വി ഹാവ് ടു ക്രിയേറ്റ് ഇൻഫർമേഷൻ അല്ലെ, നമ്മൾക്ക് ഓൾറെഡി ഉള്ള കാര്യമാണ്, നമ്മൾ അതിനെ റെക്കഗ്നൈസ് ചെയ്യണം. ഓക്കെ, എനിക്കിത് അറിയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട് എന്നുള്ള ഒരു പ്രോസസ് ആദ്യം വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇൻഫർമേഷൻ ക്രിയേഷൻ ഇസ് ഓൾസോ ഹാപ്പനിങ്, അല്ലെങ്കിൽ ജനറേഷൻ ഓഫ് ഇൻഫർമേഷൻ ഇസ് ഹാപ്പനിങ്. കാരണം നമ്മൾ അതിന്റെ ആ ഒരു ഉത്തരം നമ്മൾ സ്വന്തം ഉണ്ടാക്കണമല്ലോ. സോ ദർ ഇസ് ദി അഡീഷണൽ പ്രോസസ്. ഫസ്റ്റ് പ്രോസസ് എന്താണ്? റെക്കഗ്നൈസ് ചെയ്യണം. സെക്കൻഡ് പ്രോസസ്, ഒരു അഡീഷണൽ ഫിഗർ ഇസ് ഹാപ്പനിങ്, അഡീഷണൽ സ്റ്റെപ്പ് ഇസ് ഹാപ്പനിങ്
only for recall. That's recognition. Endana step? We have to generate information. So because of that, our additional step recall recognition is easier than recall. Recall is a little bit more difficult. Recognize the additional step of generation of information is also involved. So generation recognition model is clear. We usually recognize more than we can recall. We can recognize, but we can recall. Recognition is easy. We recognize recall recognize plus information generation also has to be done. That is why recall is often a little bit more difficult than recognition. Clear? Is there a doubt? Sorry? Generation recognition model. Okay, sure. So generation recognition model basically two process recall and recognition. Recall recognition recognition oh yes, recognize correct recognize. Recall recognize recognize essay type question. Retrieval retrieval so recognition. But our extra step add recognize information generate. So an additional step is involved in recognition. So recognition is a little bit more complex than recall. Okay. So next step stages of memory. Just an overview encoding storage retrieval overview. Stages of memory. So generally 3 stages of memory are sensory memory, working or short time, and long-term memory. Types of memory, function, capacity, duration, all different. Okay. Just 1 second. Okay. Okay. Next, first sensory memory. Sensory memory it's a process for basic physical characteristics. Sensory memory always physical characteristics unmute. Okay. So physical characteristics sensory memory basically. Capacity large. Hold. But the duration is very brief, very short retention. Usually visual information 0.3 seconds, auditory information 2 seconds. Okay, so it's a very short duration. Usually, and also even the auditory information duration is slightly larger than visual information. So നമ്മുടെ ഇമ്മീഡിയറ്റ് ഐസൈറ്റിൽ ഇല്ലാത്തൊരു കാര്യം നമ്മൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും ഇമ്മീഡിയറ്റ്ലി നമ്മൾ കേട്ട് കഴിഞ്ഞുള്ള ഒരു കാര്യം നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഓഡിറ്ററി ഇൻഫർമേഷന് വിഷ്വൽ ഇൻഫർമേഷനേക്കാളും ഡ്യൂറേഷൻ കൂടുതലായിരിക്കും. കപ്പാസിറ്റി ഫോർ ഡ്യൂറേഷൻ ഇസ് മോർ. 2 types of sensory memory ആണ് മെയിൻലി നമ്മൾ പറയാം. ഐക്കോണിക് മെമ്മറി ആൻഡ് എക്കോയിക് മെമ്മറി. ഐക്കോണിക് മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ വിഷ്വൽ ഇൻഫർമേഷന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ കാണുന്ന കാര്യങ്ങൾ ഹോൾഡ് ചെയ്യാനുള്ളത്. അതിന്റെ ഒരു ഡ്യൂറേഷൻ ആണ് ജനറലി 0.3 seconds എന്ന് പറയാം. എക്കോയിക് മെമ്മറി എന്താ? ദാറ്റ് ഇസ് ഓഡിറ്ററി ഇൻഫർമേഷൻ. അബൌട്ട് 2 seconds ആണ് ഉള്ളത്. സോ ഐക്കോണിക്, എക്കോയിക്, ഈ രണ്ടെണ്ണവും അതിന്റെ എന്തിനുള്ളതാണെന്നുള്ളതും എപ്പോഴും ഓർത്ത് വെക്കാം. ഓക്കെ, സോ നമ്മളിപ്പോൾ സെൻസറി മെമ്മറിയിലേക്ക് എത്തിയ ഒരു സാധനത്തിനെ ഷോർട്ട് ടേം മെമ്മറി ഓർ വർക്കിംഗ് മെമ്മറിയിലേക്ക് എത്തിക്കണമെങ്കിൽ
attention has to be paid to it. നമ്മൾ വേണച്ചിട്ട് അതിനെ അറ്റൻഡ് ചെയ്താൽ മാത്രമാണ് സെൻസറി മെമ്മറിയിൽ നിന്ന് വർക്കിംഗ് മെമ്മറിയിലേക്ക് പോകുന്നത്. So visual sensory memory and it holds the brief memory of an image or an icon. So it holds the brief memory of an image or icon. Icon എന്ന് പറഞ്ഞാൽ basically image തന്നെയാണ് അർത്ഥം. So that is called as iconic memory. So change blindness എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമ്മൾ മേ ബി പ്രീവിയസ് ഇയർസ് ക്വസ്റ്റൻസ് ഒക്കെ നിങ്ങൾ നെറ്റിന്റെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ചേഞ്ച് ബ്ലൈൻഡ്നെസ് ഒക്കെ ഇടയ്ക്ക് വരാറുണ്ട്. സോ ചേഞ്ച് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ, ബേസിക്കലി നമ്മളുടെ ചുറ്റും ഉണ്ടാവുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന വിഷ്വൽ സീനിൽ ഓർ സ്റ്റിമുലൈയിൽ ചേഞ്ച് ഡിറ്റക്ട് ചെയ്യാൻ പറ്റാതിരിക്കുന്നത്. ചെറിയൊരു ചേഞ്ച് ഉണ്ട്, ബട്ട് നമ്മൾ അത് ഡിറ്റക്ട് ചെയ്യുന്നില്ല. ദാറ്റ് ഇസ് കോൾഡ് ആസ് ചേഞ്ച് ബ്ലൈൻഡ്നെസ്. സോ അത് ഐക്കോണിക് മെമ്മറിന്റെ ഒരു റോൾ ഉണ്ട് അവിടെ ചേഞ്ച് ബ്ലൈൻഡ്നെസ്സിലൊക്കെ. Yes, that is visual sensory memory. Auditory sensory memory enda, it holds the brief memory of a sound or echo. It's also called as echoic memory. Nammal already parnittulla karyam. So auditory sensory memories may last a bit longer than visual sensory memories. Adu nammal parnittulla karyam 0.3 seconds 2 seconds. So pinne oru karyam nammal 0.3 seconds ingante figures okke kore experiments okke cheyidittaan kittunnathu. Nammal parayunna exactly itrakkana enna reethiyil namukku ഒരിക്കലും നിങ്ങൾ കാണരുത്. ബിക്കോസ് റിസർച്ച് ഇസ് ലൈക്ക് ദാറ്റ്. നമ്മൾ മനുഷ്യന്മാരാണ്, ഓരോരുത്തരുടെയും കപ്പാസിറ്റി വേറെയാണ്, കുറെ ഫാക്ടേഴ്സ് വരുന്നുണ്ട്. ഓവറോൾ കുറെ സ്റ്റഡീസ് കാണിച്ചിട്ടുള്ളത് 0.3 seconds ഫോർ വിഷ്വൽ ആൻഡ് 2 seconds ഫോർ ഓഡിറ്ററി എന്നുള്ള രീതിയിലാണ് എന്നാണ്. ഓക്കെ, സോ പണ്ടൊക്കെ ബേസിക്കലി എങ്ങനെയാണ് ഈ സെൻസറി മെമ്മറിന്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ചെയ്തിരുന്നത് എന്നറിയാം. ബേസിക്കലി ഈ ഇവിടെ കാണുന്ന ഒരു ബോക്സ് ഉണ്ടല്ലോ, ബോക്സ് അല്ല സോറി, ദിസ് ഒരു 9x3x3 matrix ഓഫ് ലെറ്റേഴ്സ്. അതേപോലത്തെ ഒരു ബോക്സ് ഓഫ് ലെറ്റേഴ്സ് ബേസിക്കലി പാർട്ടിസിപ്പൻസിന് കാണിച്ചു കൊടുക്കും. ഓക്കെ, ഒരു മേ ബി ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് കാണിച്ചു കൊടുത്തിട്ട് അവരെടുത്ത് അത് റീകോൾ ചെയ്യാൻ പറയും. അപ്പൊ എത്ര എണ്ണം അവർക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ബേസിക്കലി അവരുടെ സെൻസറി മെമ്മറിന്റെ കപ്പാസിറ്റി ആണല്ലോ അവിടെ തെളിയാൻ പറ്റുക. ഈ 9 എണ്ണത്തിൽ ഇപ്പോ 2 എണ്ണമാണ് റീകോൾ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അതിന്റെ അർത്ഥം സെൻസറി മെമ്മറിന്റെ കപ്പാസിറ്റി 2 ആണ്. 9 എണ്ണവും പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, 9 ആണ്. സോ ബേസിക്കലി സെൻസറി മെമ്മറിന്റെ ഒരു കപ്പാസിറ്റി എത്രയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 3x3 matrix ഓഫ് 9 letters ഓർ 9 items കാണിച്ചു കൊടുത്തിട്ട് അതിനെ അവർ റീകോൾ ചെയ്യാൻ പറയുന്നതാണ് പ്രൊസീജിയർ. This is called as the whole report procedure. കാരണം ഈ 9 എണ്ണവും അവർക്ക് എല്ലാം ഒരുമിച്ചാണ് ചോദിക്കുന്നത്. ഓക്കെ, 9 എണ്ണത്തിനെയും ഒരുമിച്ചാണ് അവർ റീകോൾ ചെയ്യാൻ പറയുന്നത്. That is called as whole report procedure. Okay, so on average how many could you recall എന്നുള്ളതാണ് ചോദ്യം. And the number of items they could recall was considered as the capacity of the sensory memory. So usually on average participants നോക്കുകയാണെന്ന് about 4 items ആണ് അവർക്ക് റീകോൾ ചെയ്യാൻ പറ്റിയത്. സോ റിസർച്ചേഴ്സ് എന്താ കൺക്ലൂഡ് ചെയ്തത്, ശരി നമ്മളുടെ സെൻസറി മെമ്മറിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 4 items ആണ് എന്നുള്ളതാണ് അവർ കൺക്ലൂഡ് ചെയ്തത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോർജ് സ്പേർലിംഗ് എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെന്റർ ഉണ്ടായിരുന്നു, ഒരു റിസർച്ചർ ഉണ്ടായിരുന്നു. ആള് ഇതിനകത്ത് ബേസിക്കലി ഒരു ഫ്ലോ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഒരു പ്രശ്നം കണ്ടുപിടിച്ചു ഈ നേരത്തെ മെത്തേഡില്. സംഭവം എന്താന്ന് വെച്ചാൽ ഈ ഒരു 3x3 matrix അല്ലെങ്കിൽ ഈ 9 items അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് അവരടുത്ത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറയാന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ സബ്ജക്റ്റ് ആണ്, ഓക്കെ, എനിക്കിതൊരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് കാണിച്ചിട്ട് അതുപോലെ ഞാനിപ്പോ റീപ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ബി ഉണ്ട്, എക്സ്, ഒ, ആർ, പിന്നെ എനിക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് 4 letters ആണ് കിട്ടിയത്. ഓക്കെ, സോ അതാണല്ലോ അവര് നേരത്തെ ആരോ അൺമ്യൂട്ട് ആയിട്ടുണ്ട്, പ്ലീസ് മ്യൂട്ട് ആക്കണേ. ഞാനൊരു കാര്യം ചെയ്യാം, ഞാനിപ്പോ ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാൻഡ് റേസ് ചെയ്തോളൂ. ഓക്കെ, ഐ തിങ്ക് അതായിരിക്കും കുറച്ചും കൂടി കംഫർട്ടബിൾ നമുക്ക്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാൻഡ് റേസ് ചെയ്യാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അങ്ങനെ നോക്കാം കുറച്ചും കൂടി കംഫർട്ടബിൾ ആണെന്ന്. കാരണം അൺമ്യൂട്ട് ആവുമ്പോൾ ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടല്ലോ ക്ലാസ്സിൽ. ഓക്കെ, സോ ഹോൾ റിപ്പോർട്ട് പ്രൊസീജിയർ എന്താന്ന് പറഞ്ഞു. സ്പേർലിംഗ് കണ്ടുപിടിച്ചത് എന്താന്ന് വെച്ചാൽ, ഞാനിപ്പോ ഇത് റിപ്രൊഡ്യൂസ് ചെയ്ത് ബി, എക്സ്, ഒ, ആർ എന്ന് പറയുമ്പോഴത്തേക്കും അപ്പൊ തന്നെ ഒരു 2, 3, 4 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ടാവില്ലേ. അപ്പോഴത്തേക്കും ബേസിക്കലി ഈവൻ ഇഫ് ബാക്കിയുള്ള സാധനങ്ങൾ അവര് എടുത്തിട്ടുണ്ടെങ്കിലും ഷോർട്ട് സെൻസറി മെമ്മറിയിൽ ഉണ്ടെങ്കിൽ പോലും ഞാൻ ഈ ആദ്യത്തെ വേർഡ്സ് പറഞ്ഞു വരുമ്പോഴത്തേക്കും ബാക്കിയുള്ളത്
ഡീക്കേ ആയി പോവാണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് എ പ്രോബ്ലം വിത്ത് ദ ഹോൾ റിപ്പോർട്ട് പ്രൊസീജിയർ. നമ്മൾ 9 എണ്ണം ഒരുമിച്ച് റീകോൾ ചെയ്യാൻ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ റീകോൾ ചെയ്യാൻ പറയുന്ന സമയത്ത് ആദ്യത്തെ കുറച്ചെണ്ണം പറഞ്ഞു വരുമ്പോഴത്തേക്കും പിന്നീടുള്ളത് ഡീക്കേ ആയി പോവാണ്. അതിന്റെ അർത്ഥം അവർക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല എന്നുള്ളതല്ല. സോ വാട്ട് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഹിയർ ഇസ് വി ആർ നോട്ട് ലുക്കിംഗ് അറ്റ് ദ ഡ്യൂറേഷൻ. നമ്മൾ കപ്പാസിറ്റി ആണ് നോക്കുന്നത്, എത്ര ഐറ്റംസ് ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്, എത്ര നേരം ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല. സോ സ്പേർലിംഗ് ഇതിനകത്ത് ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് വരുത്തി. ആള് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ 3x3 മാട്രിക്സ് എന്നാണ് യൂസ് ചെയ്തത്. ആൻഡ് ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് തന്നെയാണ് കാണിച്ചുള്ളത്. പക്ഷേ ഓരോ സമയവും എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഒറ്റ റോ മാത്രമേ ആള് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞുള്ളൂ. സോ 3x3 മാട്രിക്സിൽ ആദ്യത്തെ റോ ആണ് ആള് സോ ഏത് റോ ആണ് പഠിക്കേണ്ടതെന്നുള്ളത്, റീകോൾ ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ ഞാനാണ് സബ്ജക്റ്റ് എങ്കിൽ ഞാൻ എന്റെ അടുത്ത് തരുന്ന ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ 3x3 മാട്രിക്സിലുള്ള എല്ലാ ലെറ്റേഴ്സും നിങ്ങൾ ബേസിക്കലി റീപ്രൊഡ്യൂസ് ചെയ്യണം. ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് കാണിക്കും, നിങ്ങൾ ഇതിനെ റീപ്രൊഡ്യൂസ് ചെയ്യണം. 3 ഡിഫറെന്റ് സൗണ്ട്സ് ഉണ്ടാവും. ഓക്കെ, ഞാനിപ്പോ ഹൈ ടോൺ പ്ലേ ചെയ്യാന്ന് വെച്ചാൽ അപ്പർ റോ റീപ്രൊഡ്യൂസ് ചെയ്യാം. മീഡിയം ടോൺ ടോൺ എന്ന് പറയുമ്പോൾ ബേസിക്കലി അതിനനുസരിച്ചിട്ട് ഏറ്റവും ഹൈ ആയിട്ടുള്ളത് പറയുകയാണെന്ന് വെച്ചാൽ ശബ്ദം കേൾക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ഫസ്റ്റ് റോയിൽ നിന്ന് ഞാൻ റീപ്രൊഡ്യൂസ് ചെയ്യണം. മീഡിയം ടോൺ ആണെന്ന് വെച്ചാൽ മിഡിൽ റോ ഞാൻ റീപ്രൊഡ്യൂസ് ചെയ്യണം. ഏറ്റവും ലോവസ്റ്റ് ടോൺ ആണെങ്കിൽ മൂന്നാമത്തെ റോ ഞാൻ റീപ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, പക്ഷെ ഞാൻ 3 എണ്ണവും ബേസിക്കലി 3 റോസും അല്ലെങ്കിൽ 9 ഐറ്റംസും എനിക്ക് ഓർമ്മയുണ്ടാവണം, എന്നാലേ ഏത് ചോദിച്ചാലും എനിക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു സമയത്ത് ഒരു റോ മാത്രമേ ഓർത്ത് വെക്കേണ്ടു, റീകോൾ ചെയ്യേണ്ടു, റൈറ്റ്? സോ 1 റോ മാത്രമാണ് സ്പേർലിംഗ് ചോദിച്ചത്. ഇത് കഴിഞ്ഞ ഉടനെ ഈ രീതിയിൽ ഈ എക്സ്പെരിമെന്റ് ചെയ്ത സമയത്ത് കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ചാൽ, റിസർച്ചേഴ്സ് ഏത് റോ ചോദിക്കുന്ന സമയത്തും ഇവർക്ക് അതിനെ ആക്യുറേറ്റ്ലി റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ വാട്ട് ഡസ് ദാറ്റ് മീൻ? ഇപ്പൊ നമ്മളുടെ എക്സ്പെരിമെന്റിലൊക്കെ പ്രാക്ടിക്കൽസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഒരു 7-8 പ്രാക്ടിക്കൽസ് ഉണ്ടെങ്കിൽ 2 എണ്ണം എക്സാമിന് വരുള്ളൂ അല്ലെ? അത് ഏതെങ്കിലും ഒരു റാൻഡം 2 എണ്ണമായിരിക്കും. ബട്ട് ആ 2 എണ്ണം നിങ്ങൾക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഈ 7-8 എണ്ണവും പഠിച്ചിട്ടുണ്ടാവണം എന്നുള്ളതാണല്ലോ. നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്ന ഉടായ്പ വേറെ. ബട്ട് ഇൻ തിയറി നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ എങ്ങനെയാ, 8 എണ്ണം പഠിക്കാൻ തന്നിട്ട് അതിനകത്ത് ഏതെങ്കിലും 2 എണ്ണം ഞാൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം 8 എണ്ണവും നിങ്ങൾ ആക്ച്വലി പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് റാൻഡംലി ചോദിക്കുമ്പോഴും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ആ ഒരു രീതിയിലാണ് ബേസിക്കലി സ്പേർലിംഗ് ഈ പാർഷ്യൽ റിപ്പോർട്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. 3 റോസും കൂടി ഒരുമിച്ച് ചോദിക്കുന്നതിന് പകരം ഓരോ റോ ആയിട്ട് ചോദിക്കാം. അപ്പൊ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് നമ്മൾക്ക് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യം നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതിന്റെ കപ്പാസിറ്റിയാണ് നോക്കുന്നത്, എത്ര ഐറ്റംസ് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ കണ്ടുപിടിച്ചത് എന്താ, ഈ 9 ഐറ്റംസും കറക്റ്റ് ആയിട്ട് അവർക്ക് ആക്ച്വലി വെക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഒരു സമയത്ത് ഒരു റോയെ ചോദിക്കുന്നുണ്ടാവുള്ളൂ, പക്ഷെ എന്നാൽ പോലും 3 എണ്ണം അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 3 ലൈൻസും അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒറ്റ തവണയല്ല കേട്ടോ എക്സ്പെരിമെന്റ് ചെയ്യുന്നത്, വീണ്ടും 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 ചെയ്തിട്ട് എല്ലാം കൂട്ടി യോജിച്ചിട്ടാണ് എല്ലാം കൂടി അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നത്. സോ ഏത് റോ സ്പേർലിംഗ് ചോദിച്ചാലും സബ്ജക്ട്സിന് കറക്റ്റ് ആയിട്ട് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന്റെ അർത്ഥം കപ്പാസിറ്റി ഓഫ് സെൻസറി മെമ്മറി വാസ് 9 ഐറ്റംസ് എന്നുള്ളതാണ്. ഓക്കെ, സോ 9 ഐറ്റംസിനേക്കാളും അപ്പോ കൂടുതലുള്ള എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്തു. 12 ഐറ്റംസ് നോക്കി, 20 ഐറ്റംസ് നോക്കി, കറക്റ്റ് പക്ഷെ 9 ഐറ്റംസ് തന്നെയാണ് എന്നുള്ളതാണ് വീണ്ടും വീണ്ടും കണ്ടുവന്നത്. സോ ഹോൾ റിപ്പോർട്ട് പ്രൊസീജിയറിൽ ഒരു പ്രശ്നം എന്തായിരുന്നു, ഈ റിപ്പോർട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും തന്നെ സെൻസറി മെമ്മറി ഡീക്കേ ആവാണ്. ആ അറേഞ്ച് ഉണ്ടായിരുന്ന സെൻസറി മെമ്മറി ഡീക്കേ ആവായിരുന്നു. അതുകൊണ്ട് പാർഷ്യൽ റിപ്പോർട്ട് പ്രൊസീജിയറിൽ ആ ഒരു എറർ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റി. ഓക്കെ, സോ ഈ ഒരു സംഭവം എന്താണെന്നുള്ളത് ക്ലിയർ അല്ലേ? പാർഷ്യൽ റിപ്പോർട്ട് എന്താണെന്നുള്ളത്, ഹോൾ റിപ്പോർട്ടും പാർഷ്യൽ റിപ്പോർട്ടും, എന്തുകൊണ്ടാണ് പാർഷ്യൽ റിപ്പോർട്ട് ഹോൾ റിപ്പോർട്ടിനെക്കാളും കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് തന്നത് എന്നുള്ളതും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങളുടെ ഹാൻഡ് റേസ് ചെയ്യാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടാം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ടും ചോദിക്കാം. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് പറഞ്ഞോളൂ ചാറ്റ്. ഡൗട്ട് ഇല്ല എന്നാണോ ഈ മൗനത്തിന്റെ അർത്ഥം?
ഓക്കെ, ക്ലിയർ ആണ്. ശരി, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ, ക്ലിയർ ആണ്. താങ്ക് യു. ഓക്കെ, സോ എന്നാൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. ഇപ്പൊ ഷോർട്ട് ടേം മെമ്മറി നമ്മൾ നോക്കി, അതിന്റെ കപ്പാസിറ്റി നോക്കി, ഡ്യൂറേഷൻ നോക്കി, അതൊക്കെ നമുക്കിപ്പോൾ ക്ലിയർ ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഷോർട്ട് ടേം മെമ്മറിയാണ്. സോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചുമ്മാ സിമ്പിൾ ക്വസ്റ്റ്യൻ, ഇതൊക്കെ നമുക്ക് അറിയുന്നതായിരിക്കും. ഷോർട്ട് ടേം മെമ്മറി ഭയങ്കര ബേസിക് ആയിട്ടുള്ള കാര്യം. ഷോർട്ട് ടേം മെമ്മറിന്റെ കപ്പാസിറ്റി എത്രയാണ്? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടാം. ഏതാ കറക്റ്റ് ആൻസർ? 7 plus or minus 2. സോറി, ഷോർട്ട് ടേം മെമ്മറിന്റെ ഡ്യൂറേഷൻ എത്രയാണ്? 30 seconds or less. So the correct answer is option 2 ആണ് നമുക്ക് വേണ്ടത്. സോ കോഡ് ഏതാണ്? സി ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, നമുക്ക് അതൊക്കെ ഓർമ്മയുണ്ട്. സംഭവം സിമ്പിൾ ആണ്. ഷോർട്ട് ടേം മെമ്മറി നമുക്ക് അറിയുന്നത്. സോ നമുക്ക് സെൻസറി ഇൻപുട്ട് നിന്ന് സെൻസറി മെമ്മറിയിലേക്ക് വരുന്നു. സെൻസറി മെമ്മറിയിൽ നിന്ന് ലോങ് ടേം ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? നമ്മൾ അതിനെ അറ്റൻഡ് ചെയ്യുന്ന സമയത്താണ്, അല്ലെ? സോ ഷോർട്ട് ടേം മെമ്മറിന്റെ ഫംഗ്ഷൻ എന്താ? കോൺഷ്യസ് പ്രോസസിംഗ് ഓഫ് ഇൻഫർമേഷൻ. Function of short-term memory എന്താണ്? Conscious processing of information. Just one second. Okay. So നമ്മൾ കോൺഷ്യസ് പ്രോസസിംഗ് ഓഫ് ഇൻഫർമേഷൻ ആണ് ഇതിനകത്ത് വരുന്നത്. ഇൻഫർമേഷൻ ഇസ് ആക്റ്റീവ്ലി വർക്ക്ഡ് ഓൺ. നമ്മൾ ആക്ച്വലി കോൺഷ്യസ്ലി ആണ്. സെൻസറി മെമ്മറിയിൽ നമ്മൾ കോൺഷ്യസ് ഒന്നും പറഞ്ഞിട്ടില്ല, കാരണം അത് സെൻസറി ആണ്. നമ്മൾ അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ഷോർട്ട് ടേം മെമ്മറിയിൽ എങ്ങനെ നമ്മൾ കോൺഷ്യസ്ലി ഇൻഫർമേഷനെ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യണം. കപ്പാസിറ്റി എത്രയാ? 7 plus or minus 2 items. ആരോ പറഞ്ഞ പോലെ കറക്റ്റ് ആണ്. 7 plus or minus 2 items ആണ് ഷോർട്ട് ടേം മെമ്മറിന്റെ കപ്പാസിറ്റി. ഡ്യൂറേഷൻ എത്രയാ? About 30 seconds. 30 seconds or less എന്നാണ് ജനറലി പറയാറ്. സോ മെയിൻ്റനൻസ് റിഹേഴ്സൽ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴിയാണ് നമുക്ക് ഷോർട്ട് ടേം മെമ്മറിയിൽ തന്നെ കുറച്ചും കൂടി നേരത്തേക്ക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ പറ്റുക. മെയിൻ്റനൻസ് റിഹേഴ്സൽ എന്താ? ഇറ്റ്സ് ദ മെന്റൽ ഓഫ് വെർബൽ റിപ്പിറ്റേഷൻ ഓഫ് ഇൻഫർമേഷൻ ദാറ്റ് അലൗസ് ഇൻഫർമേഷൻ ടു റിമെയിൻ ഇൻ ദ ഷോർട്ട് ടേം മെമ്മറി ലോങ്ങർ ദാൻ ദി യൂഷ്വൽ 30 seconds. നമ്മൾ മെന്റലി ഓർ വെർബലി ഇൻഫർമേഷൻ റിപ്പീറ്റ് ചെയ്യാണ്. ആൻഡ് ദിസ് allows us to hold or retain the information in the short-term memory or working memory for longer than 30 seconds. അപ്പൊ നമ്മള് ഇപ്പോ മൊബൈലിൽ നമ്മൾ റീചാർജ് ചെയ്യുന്ന പോലെ ഇപ്പൊ ഒരു മാസത്തേക്കാണ് നമ്മൾ എടുത്തുവെച്ചാൽ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും റീചാർജ് ചെയ്യും, അല്ലെ? അപ്പൊ ഒരു മാസം കൂടി നമുക്ക് എക്സ്ട്രാ കിട്ടും. അതേപോലെ നമ്മൾ അതിനകത്ത് തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോവാണ്. ബട്ട് വേറെ രീതിയിലേക്കൊന്നും, ഇറ്റ്സ് ജസ്റ്റ് മെയിൻ്റനൻസ് മാത്രം. ഷോർട്ട് ടേം എന്ന് അത് സെൻസറിയിലേക്കോ ലോങ് ടേമിലേക്കോ ഒന്നും പോകില്ല. ഇറ്റ് വിൽ ജസ്റ്റ് റിമെയിൻ ഇൻ ദ ഷോർട്ട് ടേം മെമ്മറി. ദാറ്റ് ഈസ് മെയിൻ്റനൻസ് റിഹേഴ്സൽ. സോ സെൻസറി മെമ്മറിന്ന് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഷോർട്ട് ടേം മെമ്മറി ഓർ വർക്കിംഗ് മെമ്മറിയിലേക്ക് പോകുന്നു. ഇവിടെ നമ്മൾ മെയിൻ്റനൻസ് റിഹേഴ്സൽ ചെയ്യുന്ന സമയത്ത് അവിടെ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, മെയിൻ്റനൻസ് റിഹേഴ്സൽ നമുക്ക് ക്ലിയർ ആണ്. ഈ ഒരു നമ്പർ നിങ്ങൾക്ക് ഞാൻ 10 seconds തരാം, 10 അല്ല വേണ്ട 15 seconds തരാം. നിങ്ങൾ അതൊന്ന് ഓർത്തെടുക്കണം. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് തെറ്റിയാലൊന്നും പ്രശ്നമില്ല. സോ നമുക്ക് ഇനി ഒരു 10 seconds കൂടി നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, ചെറിയൊരു എക്സ്പെരിമെന്റ് നമുക്ക് ഇവിടെ സ്വന്തം നമുക്ക് ചെയ്യാം. ഓക്കെ, ഓക്കെ, ശരി. നിങ്ങൾക്ക് ഇതിനകത്ത് എത്രത്തോളം ഓർമ്മ ഉണ്ട് എന്നുള്ളതൊന്ന് ചാറ്റ് ബോക്സിൽ ഇടാം. തെറ്റിപ്പോയാലൊന്നും ചെയ്യുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പറഞ്ഞു. എക്സ്പെരിമെന്റ് ആണ്, നമ്മുടെ ഉള്ളിലെ റിസർച്ചേഴ്സ് ഒക്കെ വരട്ടെ. കമോൺ. ഓ, അടിപൊളി. അടുത്ത ആൾക്ക് ഫുള്ള് തന്നെ ഓർമ്മയുണ്ടല്ലോ. ശരി, പിന്നെ എല്ലാവരും കൂടെ ഓക്കെ. ശരി, ബട്ട് എല്ലാവർക്കും ഭയങ്കര അടിപൊളി മെമ്മറീസ് ആട്ടോ. ഗുഡ് ജോബ്. ഓക്കെ, നമ്മളിങ്ങനെ നമ്മളൊരു സംഭവം റീകോൾ ചെയ്യുന്നു, അല്ലെ? നെക്സ്റ്റ് ഞാൻ ഇതേ സംഭവം തന്നെ ഇങ്ങനെയാണ് കാണിക്കുന്നതെങ്കിലോ, ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഇതിന്റെ ഇത് നമുക്ക് ഓർത്തെടുക്കാൻ കുറച്ചും കൂടി സിമ്പിൾ ആണോ കൂടുതൽ ഡിഫിക്കൽട്ട് ആണോ? കുറച്ചും കൂടി സിമ്പിൾ ആണ്. നമുക്ക് ഒബ്വിയസ്ലി ഇതെന്താണ് സംഭവം എന്നുള്ളത് നമുക്കറിയാം. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്ത് പ്രോസസ്സാണ് ആക്ച്വലി ഉണ്ടാവുന്നത്? This
is called as chunking. So chunking we basically large bits of information group small bits of information unit. Okay, so large unit of information group smaller bits. So basically working memory load expand. Example. So basically chunks are the meaningful units of information. Usually chunks in a meaning random numbers are, but still it's easier to remember when we do chunking. Okay. Next, Miller's magic number. Miller's magic number is basically short-term memory capacity. 7 plus or minus 2. This is Miller. Experiments. So magic number is very important. 7 plus or minus 2. This is just simple. Miller's magic number 7 plus or minus 2. That is the capacity of the short-term memory. So what does it mean? 7 plus or minus 2? 7 plus 2 or minus 2. So 5 to 9 items are usually short-term memory hold. So 5 to 9 items, which is also called as 7 plus or minus 2 Miller's magic number. So conceptualize kind of number of slots. So what is a slot? Plate stands plate so plate as usually plate. So 5 to 9 items, average 7 items. So 7 items hold in holder memory, short-term memory basically working. So 7 plates plate okay, so it has a set number of slots according to which we can hold stuff. That's the Miller's magic number. Next, the long-term memory. So long-term memory information passes from sensory to working memory. Working memory or short-term memory long-term memory encode. So this information long-term memory organize associate basically long-term memory store in the process. Already long-term memory store sorry, just a second. Sorry. Okay, so long-term memory information long-term memory already store long-term memory store associate information. Now we organize new information and associate it with the information already stored in the long-term memory. So short-term memory associate organize long-term memory encode and long-term memory moment long-term memory retrieve short-term memory or working memory. That is the process of long-term memory. So that's the function it organizes and stores information. So this is a passive form of storage. Short-term or working memory, we maintain short-term memory hold. Attention pay short-term memory. But long-term memory, it's a passive form. Memory basically. So it's a more passive form. It has unlimited capacity. And the duration is thought by some to be permanent. Duration technically it is kind of permanent. So short-term memory maintenance rehearsal short-term memory hold encode long-term memory. This is a small table of the things that we studied till now. Sensory memory, working memory, or short-term memory, LTM, long-term memory, encoding, capacity, and duration. The table. You quickly just note it.
സെൻസറി മെമ്മറിയിൽ യൂഷ്വലി എൻകോഡിംഗ് എങ്ങനെയാണ്? കോപ്പി ചെയ്യുന്നേ ഉള്ളൂ. നമ്മൾ അതിനെ ഡയറക്ട്ലി ഉള്ള പോലെ പകർത്തി ഒരു ചിത്രം എടുത്ത പോലെ സെൻസറി മെമ്മറിയിൽ ഉണ്ടാവും. Capacity is unlimited and the duration 0.25 seconds എന്നാണ് ചില സ്റ്റഡീസ് കണ്ടിട്ടുള്ളത്. ബട്ട് അഗൈൻ 0.3 seconds എന്നും 2 seconds ഫോർ ഓഡിറ്ററി ഇൻഫർമേഷൻ എന്നും ഉള്ളതൊക്കെ ഉണ്ട്. ജനറലി ലെസ് ദൻ 2 seconds നമുക്ക് പറയാൻ പറ്റും. വർക്കിംഗ് മെമ്മറി എങ്ങനെയാണ്? എൻകോഡിംഗ് ഇസ് ഫോണീമിക് ബേസ്ഡ് ഓൺ ദ സൗണ്ട്. വർക്കിംഗ് മെമ്മറി ഓർ ഷോർട്ട് ടേം മെമ്മറി. നമ്മൾ ഇതുവരെ വർക്കിംഗ് മെമ്മറിനെയും ഷോർട്ട് ടേം മെമ്മറിനെയും ഇന്റർചേഞ്ചബിളി ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് രണ്ടും എന്താണെന്നും അതിന്റെ തിയറി എങ്ങനെയാണെന്നും ഡിഫറൻസ് എന്താണെന്നുള്ളതെന്നൊക്കെ നമുക്ക് പിന്നീട് പറയാവുന്നതാണ്. സോ വർക്കിംഗ് മെമ്മറിയിൽ എന്താണ്? ഫോണീമിക് ആണ്. സോ ബേസിക്കലി ഓൺ ദ ബേസിസ് ഓഫ് സൗണ്ട് ഓർ ഓൺ ദ ബേസിസ് ഓഫ് ഹൗ ഇറ്റ് ലുക്സ് ആണ്. Capacity 7 plus or minus 2 എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. Duration 20 to 30 seconds. Basically 30 seconds or less. Long term memory encoding എങ്ങനെയാണ്? സെമാന്റിക് ആണ്. സെമാന്റിക് എന്ന് പറയുമ്പോൾ based on meaning. Capacity is very large and the duration is permanent or years at any rate. Yearsനെക്കാളും ഷോർട്ട് അല്ല. ഓക്കെ. സോ നമ്മൾ ഇതുവരെ ജസ്റ്റ് ബ്രീഫ്ലി ആണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇനിയാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള മോഡൽസ് ഓഫ് മെമ്മറിയിലേക്ക് കടക്കാൻ പോകുന്നത്. മോഡൽസ് ഓഫ് മെമ്മറി എന്ന് പറയുമ്പോൾ എന്താ? അത് നമുക്ക് നോക്കാനുള്ളത് മൾട്ടി സ്റ്റോർ മോഡൽ ഓഫ് മെമ്മറി. മൾട്ടി സ്റ്റോർ മോഡൽ ഓഫ് മെമ്മറി ഓർ ദി മൊഡാൽ മോഡൽ ഓഫ് മെമ്മറി which is proposed by Atkinson and Shiffrin. ഇത് ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ്. ഇത് ബേസിക്കലി ഒരു സ്ട്രക്ചറൽ മോഡലാണ്. വാട്ട് ഇസ് എ സ്ട്രക്ചറൽ മോഡൽ? ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദി ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് ഓഫ് മെമ്മറി. 3 മെമ്മറി സ്ട്രക്ചേഴ്സ് ഉണ്ട് എന്നുള്ളത്, സ്ട്രക്ചേഴ്സ് ഓർ സ്റ്റോർസ് ഉണ്ട് എന്നുള്ളതാണ് ഈ തിയറിയിൽ പറയുന്നത്. ഏതൊക്കെയാ? ഷോർട്ട് സെൻസറി മെമ്മറി or sensory register, short term memory or short term register, and long term memory or long term register. Okay, so ഒരു structural model ആണ് ഇതിനകത്ത്. Information process from each store to the next in a linear way. Linear ആയിട്ടുള്ളതാണ്, അല്ലാണ്ട് എൻകോഡിംഗ് ഡയറക്ട്ലി ലോങ് ടേം മെമ്മറിയിലേക്ക് പോവില്ല, അല്ലെങ്കിൽ ഒരു സൈക്ലിക്കൽ ആയിട്ടൊന്നുമല്ല. ഇറ്റ് ഇസ് എ ലീനിയർ തിങ്. ഒന്നൊന്ന് അടുത്തേക്ക് പോകുന്നതാണ്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് എൻ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ. ഇതൊരു ഇൻഫർമേഷൻ പ്രോസസ്സിംഗ്. സോ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ എന്താണ്? ഒരു കൃത്യമായിട്ടുള്ള ഇൻപുട്ട് ഉണ്ടാവും, എന്തെങ്കിലും ഒരു പ്രോസസ്സിംഗ് ഉണ്ടാവും, ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും. ദാറ്റ് ഈസ് കോൾഡ് ആസ് എൻ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ. അതിന്റെ അർത്ഥം എന്താണ്? ഒരു ലീനിയർ രീതിയിൽ ഇൻഫർമേഷൻ ഇൻപുട്ട് കൊടുക്കുന്നു, പ്രോസസ്സിംഗ് നടക്കുന്നു, ഔട്ട്പുട്ട് നടത്തുന്നു. സോ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ പോലെ ഒരു ലീനിയർ സ്റ്റോർ ആണ്. ആറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻ. ഓക്കെ, ഇതൊക്കെ ഡെഫിനറ്റ്ലി ഇതിന്റെ നെയിം ഇസ് വെരി ഇമ്പോർട്ടന്റ്. ആറ്റ്കിൻസൺ ഷിഫ്രിൻ, മൊഡാൽ മോഡൽ, മൾട്ടി സ്റ്റേജ് മോഡൽ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ മോഡലിനെ നമ്മൾ കോൺസെപ്ച്വലൈസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരാം. എൻവയൺമെന്റിൽ നിന്ന് നമുക്ക് ബേസിക്കലി ഇൻപുട്ട് കിട്ടുന്നു. നമ്മുടെ ചുറ്റിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇൻപുട്ട് ആയിട്ട് സെർവ് ചെയ്യും. സെൻസറി മെമ്മറിയിലേക്ക് എത്തുന്നുണ്ട്, എല്ലാം സെൻസറി മെമ്മറിയിലേക്ക് എത്തുന്നുണ്ട്. അവിടെ നിന്ന് ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് എപ്പോഴാണ് പോവുക? നമ്മൾ അറ്റൻഷൻ കൊടുക്കുന്ന സമയത്ത് ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് പോകും. ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ റീകോൾ ചെയ്യാം, അല്ലെങ്കിൽ മെയിൻ്റനൻസ് റിഹേഴ്സൽ വഴി നമുക്ക്, അല്ലെങ്കിൽ റിഹേഴ്സൽ ലൂപ്പ് എന്നും അതിനെ പറയും. റിഹേഴ്സൽ ലൂപ്പ് വഴി നമുക്ക് ഷോർട്ട് ടേം മെമ്മറിയിൽ തന്നെ അതിനെ കൊണ്ട് നിലനിർത്താം. We can maintain it in the short term memory. But ഇതിനെ നമ്മൾ റിഹേഴ്സ് ചെയ്ത് എൻകോഡ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ലോങ് ടേം മെമ്മറിയിലേക്ക് പോകുക. ലോങ് ടേം മെമ്മറിയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള സമയത്ത് പിന്നീട് റീകോൾ ചെയ്യുന്ന സമയത്ത് ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് നമുക്ക് റിട്രീവ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യാം. സോ ഇതൊരു കണ്ടില്ലേ, അതൊരു ലീനിയർ ആയിട്ടുള്ള മോഡലാണ്, ഒരു സ്ട്രേറ്റ് ആയിട്ടുള്ള സംഭവം മാത്രമേ ഉള്ളൂ. ആൻഡ് ഇൻഫർമേഷൻ പ്രോസസിംഗ് ആണ്. നമുക്ക് എൻവയൺമെന്റിൽ നിന്ന് ഇൻപുട്ട് കിട്ടുന്നു, ഔട്ട്പുട്ട് നമ്മൾ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് നമ്മൾ റീകോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നു. So this is just a linear model. It has input, processing, output. Okay. So information is detected. Rehearsal loop ഒന്നുകൂടി ഒന്ന് പറയോ? റിഹേഴ്സൽ ലൂപ്പ് ബേസിക്കലി തന്നെയാണ്, മെയിൻ്റനൻസ് റിഹേഴ്സൽ ആണ്. നമ്മൾ അതിനെ റിഹേഴ്സ് ചെയ്ത് ഷോർട്ട് ടേം മെമ്മറിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് റിഹേഴ്സ് ചെയ്യാണ്. സോ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ റീചാർജ് ചെയ്യുന്നു, ഒരു മാസം ഇങ്ങനെ പോകുന്നു, നമ്മൾ വീണ്ടും റീചാർജ് ചെയ്യുന്നു, ഒരു മാസം പോകുന്നു, വീണ്ടും റീചാർജ് ചെയ്യുന്നു, ഒരു മാസം പോകുന്നു. അതേപോലെ ഒരു ലൂപ്പ് പോലെ നമ്മൾ അതിനെ റിഹേഴ്സ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാണ് ഷോർട്ട് ടേം മെമ്മറിയിൽ. ദാറ്റ് ഈസ് ദി റിഹേഴ്സൽ ലൂപ്പ്. സോ ഇൻപുട്ട് എന്താ? നമ്മളുടെ സെൻസ് ഓർഗനിന് കിട്ടുന്ന ഇൻഫർമേഷൻ ആണ്. സോ എൻവയൺമെന്റിൽ നിന്ന് സെൻസ് ഓർഗൻസ് ഇൻഫർമേഷൻ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് ഉടനെ തന്നെ സെൻസറി മെമ്മറിയിലേക്ക് എത്തി. നമ്മൾ അതിനെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അത് ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് പോകുന്നു.
ഇൻഫർമേഷൻ ഫ്രം ഷോർട്ട് ടേം മെമ്മറി എങ്ങനെയാണ് LTM-ലേക്ക് എത്തുന്നത്? നമ്മൾ അതിനെ റിപ്പീറ്റ് ചെയ്ത് റിഹേഴ്സ് ചെയ്യുന്ന സമയത്താണ്. ഇവിടെ റിഹേഴ്സൽ എന്ന് പറയുന്ന വേർഡ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, ഡീപ്പായിട്ടുള്ളത് എന്നുള്ള രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല. ബട്ട് റിഹേഴ്സ് ചെയ്യണം ബേസിക്കലി. നമ്മൾ അതിനെ പറ്റി ഒരു ഡീപ്പർ ലെവലിൽ എൻഗേജ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് LTM-ലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. സോ മെയിൻ്റനൻസ് റിഹേഴ്സൽ ആണെങ്കിൽ എന്താ? ബേസിക്കലി വെറും റിപ്പീറ്റേഷൻ ആണെങ്കിൽ ലോങ് ടേം മെമ്മറിയിലേക്ക് പോവില്ല, ഇൻഫർമേഷൻ ഫർഗെറ്റ് ചെയ്യും. പക്ഷെ നമ്മൾ കുറച്ചും കൂടി ലോങ് ഡീപ്പർ ആയിട്ട് എൻഗേജ് ചെയ്യുകയാണെങ്കിൽ എന്താ ഉണ്ടാവുന്നത്? ലോങ് ടേം മെമ്മറിയിലേക്ക് പോകും. മെയിൻ്റനൻസ് റിഹേഴ്സൽ പോലും നടന്നില്ലെങ്കിലോ, നമ്മൾ എക്സ്പോസ്ഡ് ആയി അറ്റൻഡ് ചെയ്തു, പക്ഷെ മെയിൻ്റനൻസ് റിഹേഴ്സൽ നടന്നില്ല, നമ്മൾ അതിന് റിപ്പീറ്റ് ചെയ്തില്ലെങ്കിൽ എന്താ ഉണ്ടാവുന്നത്? ആ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് തന്നെ ഡിസ്പ്ലേസ്മെന്റ് ഓർ ഡികെ വഴി പോകും. ഞാൻ നേരത്തെ പറഞ്ഞ ഫിക്സ് നമ്പർ ഓഫ് സ്ലോട്ട്സ് ആണുള്ളത്. സോ നമ്മൾ ഒരു 30 seconds ഹോൾഡ് ചെയ്തു, അത് കഴിഞ്ഞ് പുതിയ ഇൻഫർമേഷൻ നമുക്ക് ഹോൾഡ് ചെയ്യണമെങ്കിൽ ആദ്യം ആലോചിച്ചാൽ നമ്മൾ അങ്ങോട്ട് വലിച്ചെറിയും. ആൻഡ് അതിനകത്തേക്ക് നമ്മൾ പുതിയ ഇൻഫർമേഷൻ ഹോൾഡ് ചെയ്യും. സോ ഡിസ്പ്ലേസ്മെന്റ് ഓർ ഡികെ വഴി ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് മെയിൻ്റനൻസ് റിഹേഴ്സൽ നടന്നില്ലെങ്കിൽ ഇൻഫർമേഷൻ ലോസ്റ്റ് ആവും. സോ ഈ മോഡൽ ബേസിക്കലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈച്ച് സ്റ്റോർ ഇസ് എ യൂണിറ്ററി സ്ട്രക്ചർ ആൻഡ് ഹാസ് ഇറ്റ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ്. വാട്ട് ഡസ് ദാറ്റ് മീൻ? ഓരോ സ്റ്റോറും ഒരു യൂണിറ്റ്സ് ആണ്, അത് തമ്മിൽ ഒരു ഇന്റർലിങ്ക്ഡ് ഒന്നുമല്ല. ഓരോന്നും വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ്സ് ആണ്. ഷോർട്ട് ടേമിന്റെയും ലോങ് ടേമിന്റെയും ഇടയിലൊന്നും വേറെ ഒന്നുമില്ല, അല്ലെങ്കിൽ അത് തമ്മിൽ ഒരു ലിങ്ക് ഒന്നുമില്ല. ഓരോന്നും യൂണിറ്ററി ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്. ആൻഡ് അതിന്റെ സ്വന്തമായിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് ഇൻ ടേംസ് ഓഫ് എൻകോഡിങ്, കപ്പാസിറ്റി, ഡ്യൂറേഷൻ എല്ലാം. സോ എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക്കലി നമ്മളുടെ ബ്രെയിനിലോ മെമ്മറിയിലോ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പാകത്തിന് ഈ ഇൻഫർമേഷൻ നമ്മൾ ചേഞ്ച് ചെയ്യണം. സോ വി ആർ ട്രാൻസ്ഫോമിംഗ് ദി ഇൻഫർമേഷൻ സച്ച് ദാറ്റ് ഇറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ദി മെമ്മറി. 3 മെയിൻ രീതികളിലാണ് ഈ ഇൻഫർമേഷൻ നമുക്ക് എൻകോഡ് ചെയ്യാൻ പറ്റുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടാണ്, വിഷ്വൽ, അക്കൂസ്റ്റിക് ആൻഡ് സെമാന്റിക്. അതിന്റെ ബേസിസിലാണ് നമുക്ക് എൻകോഡിംഗ് നടക്കുന്നത്. വിഷ്വൽ ആൻഡ് അക്കൂസ്റ്റിക് മാത്രമാണെങ്കിൽ യൂഷ്വലി എങ്ങനെയായിരിക്കും? ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് ആയിരിക്കും. ബട്ട് സെമാന്റിക് കൂടി ആഡ് ചെയ്യാണ്, നമ്മൾ അതിന്റെ മീനിങ് കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ അത് ലോങ് ടേം മെമ്മറിയിലേക്ക് പോകും. ഓക്കെ, സോ അത് തന്നെ സെൻസറി മെമ്മറി. സെൻസറി മെമ്മറി എങ്ങനെയാ വരുന്നത്? ദ ഡ്യൂറേഷൻ ഇസ് 1/4 to 1/2 second. നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടാണ്, വെരി വെരി ഷോർട്ട് ആയിട്ടുള്ള റിട്ടൻഷൻ ആണ്. അത് ഓരോ സ്ഥലത്തും എക്സാക്ട്ലി ഇത്രയ്ക്കാണ് സെൻസറി മെമ്മറിയുടെ നമുക്കൊന്നും പറയാൻ പറ്റില്ല, ബട്ട് യൂഷ്വലി വെരി ഷോർട്ട് എന്നുള്ള രീതിയിൽ വരുള്ളൂ. കപ്പാസിറ്റി ഇസ് ദാറ്റ് ഓൾ സെൻസറി എക്സ്പീരിയൻസ്, വളരെ ലാർജ് ആയിട്ടുള്ള കപ്പാസിറ്റിയാണ്. നമ്മുടെ ചുറ്റിലുള്ള എല്ലാ എൻവയറമെന്റൽ സ്റ്റിമുലയും നമ്മൾ ഒപ്പിയെടുക്കും. എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് സെൻസ് സ്പെസിഫിക്. സോ അതിന്റെ ഡിഫറെന്റ് സ്റ്റോർസ് ആണ്. നമ്മൾ വിഷ്വൽ ഇൻഫർമേഷൻ കാണുന്നത് എൻകോഡിംഗ് വേറെ രീതിയിലും, അല്ലെങ്കിൽ വേറൊരു സ്റ്റോറിലും, ഓഡിറ്ററി ആണെങ്കിൽ വേറൊരു സ്റ്റോറുമാണ്. സോ ഇറ്റ്സ് സ്പെസിഫിക് ടു ദ സെൻസ്. നെക്സ്റ്റ് ഷോർട്ട് ടേം മെമ്മറി. നമ്മൾ ഓൾറെഡി നേരത്തെ നോക്കിയതുകൊണ്ടാണ് ഞാനിപ്പോൾ വി ജസ്റ്റ് ഹാവ് ടു ലുക്ക് അറ്റ് വാട്ട് ഇറ്റ് ഇസ്. ഷോർട്ട് ടേം മെമ്മറി എങ്ങനെയാണ്? 0 to 30 seconds. So 30 seconds or less ആണ് ഡ്യൂറേഷൻ. കപ്പാസിറ്റി മാജിക് നമ്പർ 7 ± 2 items. എൻകോഡിംഗ് എങ്ങനെയാ? മെയിൻലി വിഷ്വൽ ആണ് കുറച്ചും കൂടി ഷോർട്ട് ടേം മെമ്മറിയിൽ വരുന്നത്. വിഷ്വലും ഉണ്ട്, ബട്ട് മെയിൻലി ഓഡിറ്ററി ആണ് കുറച്ചും കൂടി പ്രിഡോമിനന്റ്ലി ഹോൾഡ് ചെയ്യാറ്. ബട്ട് രണ്ടും ഈക്വലി നടക്കുന്നുണ്ട്, വിഷ്വൽ ആൻഡ് ഓഡിറ്ററി. ലോങ് ടേം മെമ്മറി എങ്ങനെയാണ്? ദ ഡ്യൂറേഷൻ ഇസ് അൺലിമിറ്റഡ്. അൺലിമിറ്റഡ് ആവുമ്പോൾ എത്ര വേണമെങ്കിലും, നമ്മൾ അതിന്റെ ഒരു അപ്പർ എൻഡ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. കപ്പാസിറ്റി ഈസ് ഓൾസോ അൺലിമിറ്റഡ്. എൻകോഡിംഗ് ഇസ് മെയിൻലി സെമാന്റിക്. ഇറ്റ് കൻ ഓൾസോ ബി വിഷ്വൽ ആൻഡ് ഓഡിറ്ററി. കാരണം നമ്മൾ കണ്ട ചില കാഴ്ചകൾ നമുക്ക് ജീവിതകാലം മൊത്തം നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ കേട്ട ചില വാക്കുകൾ ജീവിതകാലം മൊത്തം നമുക്ക് ഓർമ്മയുണ്ടാവും. അപ്പൊ വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ഉണ്ട്, ബട്ട് മെയിൻലി സെമാന്റിക് ആണ്. മീനിങ് ആൻഡ് അസോസിയേഷൻ ബേസ് ചെയ്തിട്ടാണ് ലോങ് ടേം മെമ്മറിയിൽ എൻകോഡിംഗ് നടക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് വർക്കിംഗ് മെമ്മറി മോഡലാണ്. സോ വർക്കിംഗ് മെമ്മറിനെ പറ്റി നമ്മൾ അങ്ങനെ ഇലാബറേറ്റ് ഇതുവരെ പറഞ്ഞില്ല. ഷോർട്ട് ടേം മെമ്മറി തന്നെയാണ് ഞാൻ പറഞ്ഞത്. കൈൻഡ് ഓഫ് ഇന്റർചേഞ്ചബിളി ആണ് രണ്ട് ടേംസ് യൂസ് ചെയ്തത്, ബട്ട് രണ്ടും ഇന്റർചേഞ്ചബിൾ ആക്ച്വലി അല്ല. ഒരു ഡിഫറൻസ് ഉണ്ട് വർക്കിംഗ് മെമ്മറി ആൻഡ് ഷോർട്ട് ടേം മെമ്മറി തമ്മിൽ. സെൻസറി മെമ്മറി എന്ന് പറയുന്ന സമയത്ത്, ഷോർട്ട് ടേം മെമ്മറി നമ്മൾ പറയുന്ന സമയത്ത് വാട്ട് ഹാവ് വി ടോക്ട് അബൌട്ട്? STM ഒരു സ്റ്റോർ ആണ്, അതിന്റെ കപ്പാസിറ്റി എത്രയാണ്, ഫംഗ്ഷൻ എത്രയാണ്, രീതി എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ജനറലി പറഞ്ഞു. ബട്ട് ആക്ച്വലി ഈ ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇസ് ജസ്റ്റ് ഒരു സ്റ്റോർ ഉണ്ട്, അവിടെ നമ്മൾ ഷോർട്ട് ടേമിൽ കാര്യങ്ങൾ ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ബട്ട് ഇൻ റിയൽ ലൈഫ് നമ്മൾ മെമ്മറിനെ പറ്റി കുറച്ചും കൂടി ആഴത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ് അല്ല, കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. ബാഡ്ലി ആൻഡ് ഹിച്ച് ആണ് പറഞ്ഞത്, ഈ ഒരു ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്ന സംഭവം ഇസ് വെരി ഇൻസഫിഷ്യന്റ്, ഇറ്റ്സ് ടു സിമ്പിൾ, കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്.
അങ്ങനെയാണ് വർക്കിംഗ് മോഡൽ ഓഫ് മെമ്മറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ഒരു സിമ്പിൾ യൂണിറ്ററി സ്റ്റോർ മാത്രമല്ല, വർക്കിംഗ് മെമ്മറി കുറച്ചും കൂടി വേറെ കോമ്പണൻസ് ആയിട്ട് ഉള്ള ഒരു സംഭവമാണ്, വിച്ച് ഇസ് ദി സെൻട്രൽ എക്സിക്യൂട്ടീവ്, വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ്, എപ്പിസോഡിക് ബഫർ, ഫോണോളജിക്കൽ ലൂപ്പ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടാണ്. ഇതൊക്കെ അടങ്ങുന്ന ഒരു കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് വർക്കിംഗ് മെമ്മറി എന്നാണ് ബാഡ്ലി ആൻഡ് ഹിച്ച് പറഞ്ഞിട്ടുള്ളത്. So Badley and Hitch എന്താ പറഞ്ഞത്? They are saying that short-term memory basically it's too simple. ഒരേ സമയം നമ്മൾ ഷോർട്ട്-ടേം മെമ്മറിയിൽ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഹോൾഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഭയങ്കര ഒരു സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ള വ്യൂ ആണ്. വർക്കിംഗ് മെമ്മറി ആക്ച്വലി എന്താ പറയുന്നത്? വർക്കിംഗ് മെമ്മറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒറ്റ സിംഗിൾ സ്റ്റോർ അല്ല, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഫർമേഷന് ഡിഫറെന്റ് സിസ്റ്റംസ് ഉണ്ട് എന്നാണ് വർക്കിംഗ് മെമ്മറി പറയുന്നത്. സോ ഒരു യൂണിറ്ററി സ്റ്റോർ അല്ല. So these are the different components: the central executive, visual spatial sketchpad, episodic buffer and phonological loop. ഇതാണ് നമ്മുടെ വർക്കിംഗ് മെമ്മറിന്റെ യൂണിറ്റ്സ്. വർക്കിംഗ് മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിലേക്കും ഒക്കെ കണക്ഷൻസ് ഉണ്ടാവും. ഒബ്വിയസ്ലി വർക്കിംഗ് മെമ്മറിയിൽ പല കാര്യങ്ങളും ഉണ്ടാവുന്ന സമയത്താണ് ലോങ് ടേം മെമ്മറിയിലേക്ക് പോകുന്നത്. അതേപോലെ നമ്മൾ റീകോൾ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് എന്താ ഉണ്ടാവുന്നത്? നമ്മൾ ലോങ് ടേം മെമ്മറിയിൽ നിന്ന് തിരിച്ച് വർക്കിംഗ് മെമ്മറിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോഴാണ് നമ്മളുടെ കോൺഷ്യസ് അവയർനെസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ, ശരി. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഹാൻഡ് റേസ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, സോ സെൻട്രൽ എക്സിക്യൂട്ടീവ് ആണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. സെൻട്രൽ എക്സിക്യൂട്ടീവ് എന്താ? ബേസിക്കലി നമ്മളുടെ വർക്കിംഗ് മെമ്മറിന്റെ ബ്രെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് നമ്മളുടെ ബേസിക്കലി ഹോൾ സിസ്റ്റത്തിന്റെ ഒരു ഇൻചാർജ്, കൺട്രോൾ ചെയ്യുന്നത്, ബോസ് ആണ് ആള്. സോ ഓരോ സബ്സിസ്റ്റത്തിലും എന്താണ് പോകേണ്ടത്, എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് സെൻട്രൽ എക്സിക്യൂട്ടീവ് ആണ്. ഏത് ഇൻഫർമേഷൻ ആണ് ഫോണോളജിക്കൽ ലൂപ്പ് നോക്കേണ്ടത്, ഏത് ഇൻഫർമേഷൻ ആണ് വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ് നോക്കേണ്ടത്, ഏത് സമയത്താണ് നമ്മൾ ഓരോന്നിനും കൂടുതൽ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം സെൻട്രൽ എക്സിക്യൂട്ടീവ് ആണ് തീരുമാനിക്കുന്നത്. സോ ബേസിക്കലി നമ്മളിപ്പോ ഒരു ഫോൺ കോൾ ചെയ്ത് നമ്മൾ കുക്ക് ചെയ്യാന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ ഒരാളോട് സംസാരിച്ചുകൊണ്ട് നമ്മൾ കുക്ക് ചെയ്യാണെന്ന് വിചാരിക്കാം. പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കുന്ന സാധനം കരിയാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മേ ബി ആ കരിയുന്ന സംഭവം നിർത്തിയിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കും അല്ലെ. അപ്പോൾ ബേസിക്കലി ഈ ഒരു പ്രോസസ്സിനെ ഡ്രൈവ് ചെയ്യുന്ന സെൻട്രൽ എക്സിക്യൂട്ടീവ് ആണ്. ഏത് പ്രോസസ്സിലേക്കാണ് കൂടുതൽ അറ്റൻഷൻ വേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് സെൻട്രൽ എക്സിക്യൂട്ടീവ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ വേറെ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നമ്മൾ കാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് മുന്നിൽ ഒരാൾ ചാട് കാണിച്ചാൽ നമ്മൾ ഫോൺ സംസാരിക്കുന്ന പ്രോസസ്സ് നിർത്തി, അല്ലെങ്കിൽ നമ്മൾ ഫോണിൽ പറയുന്നത് കേൾക്കുന്ന പ്രോസസ്സ് നിർത്തി നമ്മുടെ ഇമ്മീഡിയറ്റ് അറ്റൻഷൻ വേണ്ട ആ ഒരു വിഷ്വൽ കാര്യത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യും അല്ലെ. അല്ലെങ്കിൽ വിഷ്വൽ എന്നുള്ളത് മാത്രമല്ല, ആ ഒരു കോഗ്നിറ്റീവ് പ്രോസസ്സിലേക്ക് നമ്മൾ പെട്ടെന്ന് തിരിയും. അപ്പോൾ എവിടേക്കാണ് അറ്റൻഷൻ കൊടുക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത് സെൻട്രൽ എക്സിക്യൂട്ടീവ് ആണ്. So central executive directs the attention and gives priority to particular activities. Okay, so that is the central executive. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് വെള്ളം കുടിക്കട്ടെ. Okay, sorry, thank you. So that is central executive. Central executive basically ഒരു attentional processന്റെ ഒരു ഇൻചാർജ് ആണ്. ആക്ച്വലി മോർ ദാൻ മെമ്മറി സ്റ്റോർ, ഇറ്റ് ഡസന്റ് ആക്ച്വലി സ്റ്റോർ എനി ഇൻഫർമേഷൻ. സെൻട്രൽ എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ സ്വന്തം സ്റ്റോർ ചെയ്യൊന്നുമില്ല, പക്ഷെ എന്ത് എപ്പോൾ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് സെൻട്രൽ എക്സിക്യൂട്ടീവ് ആണ്. സോ ഫോണോളജിക്കൽ ലൂപ്പും വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ് ഒക്കെ ആക്ച്വലി സ്റ്റോറേജ് സിസ്റ്റംസ് തന്നെയാണ്. ബട്ട് സെൻട്രൽ എക്സിക്യൂട്ടീവ് ഒരു സ്റ്റോറേജ് സിസ്റ്റം അല്ല. ബട്ട് ഏത് സ്റ്റിമുലൈ അറ്റൻഡ് ചെയ്യണം, ഏത് ഇഗ്നോർ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത് സെൻട്രൽ എക്സിക്യൂട്ടീവ് ആണ്. നെക്സ്റ്റ് നോക്കേണ്ടത് വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ് ആണ്. സോ വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ് ഇസ് ഓൾസോ കോൾഡ് എസ് ദി ഇന്നർ ഐ. സോ ഇതാണ് നമ്മളുടെ വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നതും പ്രോസസ് ചെയ്യുന്നതും. സോ ബേസിക്കലി നമ്മൾ നാവിഗേറ്റ് ചെയ്യുന്ന സമയത്ത്, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പുതിയതായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ പഠിച്ചു വരികയാണെന്ന് വിചാരിക്കാം. അവിടെ ഓരോ ഇൻഫർമേഷൻ ലൈക്ക് എങ്ങനെയാണ് എന്നുള്ളത് നമ്മുടെ മൈൻഡിൽ ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. സ്പേഷ്യൽ ഇൻഫർമേഷൻ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. സോ അവിടെയൊക്കെ നമ്മുടെ വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദി ഇന്നർ ഐ. So visual spatial sketchpad plays an important role in helping us keep track of where we are in relation to other objects in our environment.
സോ മറ്റുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ എവിടെയാണ് എന്നുള്ളത്, ഇപ്പൊ ഞാൻ ലാപ്ടോപ്പിന്റെ മുന്നിലാണ്, ലാപ്ടോപ്പ് എന്റെ ടേബിളിന്റെ മുകളിലാണ്, ഇതൊക്കെ എനിക്ക് എന്നെ ഓർക്കാനും അത് ഹോൾഡ് ചെയ്യുന്നതും, അല്ലെങ്കിൽ ഞാനിപ്പോ കണ്ണടച്ചാലും അപ്രോക്സിമേറ്റ്ലി എന്റെ ലാപ്ടോപ്പിന്റെ ഒരു സ്പേസ് എവിടെയാണ് വരുന്നത് എന്നൊക്കെ എനിക്ക് അറിയാൻ പറ്റും. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് മൈ ഇന്നർ ഐ. It holds information about the visual and spatial information in my surroundings. Okay, so it's also called as inner eye. Next, phonological loop. So phonological loop basically spoken and written material ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. സോ ബേസിക്കലി നമ്മൾ രണ്ട് പാർട്സ് ആണ് ഫോണോളജിക്കൽ ലൂപ്പിൽ വരുന്നത്. ഒന്ന് ഫോണോളജിക്കൽ സ്റ്റോറും ഒന്ന് ആർട്ടിക്കുലേറ്ററി കൺട്രോൾ പ്രോസസ്സും. ബേസിക്കലി ഫോണോളജിക്കൽ സ്റ്റോർ എന്താ, ഇറ്റ്സ് ദി ഇന്നർ ഇയർ, and articulatory control process is the inner voice. So phonological loop in the two parts in the inner ear and inner voice. So inner ear endana basically speech perception aanadu parayunnu. So it holds information in a speech based form for 1 to 2 seconds. Ipo pettanna ഞാൻ ഇതുവരെ കേൾക്കാത്ത രീതിയിലത്തെ ഒരു പേര് കേൾക്കാണ്. ഓക്കെ, ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു പേര് കേട്ടിട്ടില്ല. അപ്പൊ ആ പേര് ഞാൻ 2 സെക്കൻഡ് ഇങ്ങനെ മനസ്സിൽ വീണ്ടും വീണ്ടും കേൾക്കാണ്. That is done by the inner ear. It holds information in a speech based form for 1 to 2 seconds. Adana phonological store. Appo inner voice enda our speech production aanu main aayittu varunathu. So we can rehearse and store verbal information from the phonological store. Appo nammal phonological store il nammal oru saana kettu, aa peru njan iduvare kekkatha peru kettu, 2 second njan adu kettondirikka, pinne njan thanne swandam aa peru aalochikkana. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോ മേ ബി ഗാർഫീൽഡ് എന്ന പേര് ഞാൻ ഇതുവരെ കേട്ടിട്ടുണ്ട്, ഞാൻ ആദ്യമായിട്ട് കേൾക്കാം. അപ്പൊ ഗാർഫീൽഡ് ഞാൻ ഇങ്ങനെ 2 തവണ ചെവിയിൽ കേൾക്കുന്ന സമയത്ത് ദാറ്റ് ഈസ് ദ ഫോണോളജിക്കൽ സ്റ്റോർ. മൈ ഇന്നർ ഇയർ ഈസ് ആക്റ്റീവ്. നെക്സ്റ്റ് എന്റെ ഇന്നർ വോയിസ് ആണ് ആക്റ്റീവ് ആവുന്നത്, ബിക്കോസ് ഞാൻ ആ ഗാർഫീൽഡ് എന്ന് സ്വന്തം ഞാൻ റിപ്രൊഡ്യൂസ് ചെയ്യാണ്. സോ അവിടെ സ്പീച്ച് പ്രൊഡക്ഷൻ ആണ്. സോ ദ ഇന്നർ വോയിസ് ആക്ടിവേറ്റഡ്. സോ ഫോണോളജിക്കൽ സ്റ്റോർ ആൻഡ് articulatory control processes are both important parts of the phonological loop. Phonological store endana inner ear, and articulatory control process is the inner voice. Inner ear is linked to speech perception. Inner voice is linked to the speech production. Okay, doubt undengil ninge hand raise cheyyam. Okay. So that is about the working memory. പിന്നെ നമ്മുടെ എപ്പിസോഡിക് ബഫർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ. എപ്പിസോഡിക് ബഫർ ബേസിക്കലി എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മളുടെ എപ്പിസോഡിക് ബഫറും വീണ്ടും ഒരു സ്ട്രിക്ട്ലി ഒരു സ്റ്റോറേജ് യൂണിറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് എ ടേബിൾ. ഞാനിപ്പോ എന്താ ലാപ്ടോപ്പിൽ നിന്ന് നോക്കി നോട്ട്സ് ഉണ്ടാക്കാൻ വിചാരിക്കാം. ആ സമയത്ത് എനിക്ക് ലാപ്ടോപ്പും എന്റെ ബുക്കും എന്റെ പേനയും എല്ലാം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് വേണം. ആ ഒരു ടേബിളാണ് ബേസിക്കലി എപ്പിസോഡിക് ബഫർ. ഇൻ റിയൽ ലൈഫ് നമ്മൾ ഈ ഓഡിറ്ററി ഇൻഫർമേഷൻ മാത്രവും വിഷ്വൽ ഇൻഫർമേഷൻ മാത്രവും സെപ്പറേറ്റ്ലി ഒന്നും അല്ല പ്രോസസ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ ടൈം ഇതിനെ ജോയിൻ ചെയ്തിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ പ്രോസസ് ചെയ്യുന്നത്. എപ്പിസോഡിക് ബഫർ ആണ് ബേസിക്കലി ഒരേ സമയം ഈ വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ് എന്നുള്ള വിഷ്വൽ ഇൻഫർമേഷനെയും ഫോണോളജിക്കൽ ലൂപ്പ് എന്നുള്ള ഓഡിറ്ററി ഇൻഫർമേഷനെയും ഒരുമിച്ച് ഹോൾഡ് ചെയ്ത് കമ്പൈൻ ചെയ്യാനുള്ള ഒരു സ്പേസ് തരുന്നത് നമ്മളുടെ എപ്പിസോഡിക് ബഫർ ആണ്. എപ്പിസോഡിക് ബഫർ ആണ് ഇത് രണ്ടും തമ്മിലുള്ള സാധനങ്ങളും സെൻട്രൽ എക്സിക്യൂട്ടീവിന്റെ സാധനങ്ങളും എല്ലാം ഹോൾഡ് ചെയ്ത് നമുക്കൊരു കോമൺ ഗ്രൗണ്ട് തരുന്ന സാധനമാണ് നമ്മളുടെ എപ്പിസോഡിക് ബഫർ. So these are the components of the working memory. Okay. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ലെവൽസ് ഓഫ് പ്രോസസിംഗ് മോഡലാണ്. സോ ഇതുവരെ അല്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ നിങ്ങൾക്ക്? ഓക്കെ, ഇതുവരെ അല്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചാറ്റ് ബോക്സിൽ ഇടാം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്നും പറഞ്ഞോളൂ. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. Which is the levels of processing model of memory? Levels of processing model was suggested by Craig and Lockhart. സോ ഓരോ തിയറിയും ആരാണ് പറഞ്ഞതെന്നുള്ളത് ഒബ്വിയസ്ലി ശ്രദ്ധിക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്.
It focuses on the depth of processing involved in memory. So levels of processing, നമ്മൾ ഇതുവരെ പറഞ്ഞ മൊഡാൽ മോഡലൊക്കെ എങ്ങനത്തെ ഒരു സ്റ്റോർ ആണ്? സ്ട്രക്ചറൽ സ്റ്റോർസ് ആണ് അല്ലെ? നമ്മൾ ഓരോന്നിനും ഓരോ പ്രോസസ് ഉണ്ട്, ഓരോ സ്റ്റോർസ് ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. ലെവൽസ് ഓഫ് പ്രോസസിംഗ് അങ്ങനത്തെ അല്ല. ഇറ്റ് ഫോക്കസസ് ഓൺ ദ ഡെപ്ത് ഓഫ് പ്രോസസിംഗ് ഓഫ് ഇൻഫർമേഷൻ. And it predicts the deeper information is processed, the longer a memory trace will last. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ഇൻഫർമേഷനെ കുറച്ചും കൂടി ഡീപ്പായിട്ട് പ്രോസസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു മെമ്മറി ട്രേസ് കുറച്ചും കൂടി കാലം ലാസ്റ്റ് ചെയ്യും. ഓക്കെ, സോ ഇതൊരു നോൺ സ്ട്രക്ചേർഡ് അപ്രോച്ച് ആണ്. ഇവിടെ സ്ട്രക്ചേഴ്സിനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല. ഇതിന്റെ ബേസിക് ഐഡിയ എന്താ? മെമ്മറി ഇസ് ജസ്റ്റ് എ റിസൾട്ട് ഓഫ് പ്രോസസിംഗ് ഓഫ് ഇൻഫർമേഷൻ എന്നുള്ളതാണ്. സോ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞത് കംപ്ലീറ്റ്ലി ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഇവിടെ മെമ്മറിന് വേണ്ടി നമ്മൾ എഫേർട്ട് എടുക്കുക അങ്ങനത്തെ ഒന്നുമല്ല. നമ്മളൊരു ഇൻഫർമേഷൻ നല്ലപോലെ പ്രോസസ് ചെയ്താൽ അൾട്ടിമേറ്റ്ലി എന്താ ഉണ്ടാവുക? മെമ്മറി അതിനകത്ത് ഉണ്ടാവും. നമ്മൾ അതിനെ പറ്റിയിട്ടുള്ള മെമ്മറി ഹോൾഡ് ചെയ്യും, അതാണ് ഉണ്ടാവുന്നത്. അപ്പൊ അവിടെ ഫോക്കസ് എന്താ വരുന്നത്? നമ്മളുടെ പ്രോസസിംഗിന്റെ ആഴമാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഡെപ്ത് ഓഫ് പ്രോസസിംഗ് ഇസ് ദി മെയിൻ പോയിന്റ് ഹിയർ. സോറി. സോ മെയിൻ ആയിട്ട് പറയുകയാണെന്ന് വെച്ചാൽ ഷാലോ പ്രോസസിംഗ്, ഇന്റർമീഡിയറ്റ് ആൻഡ് ഡീപ്പർ പ്രോസസിംഗ് ആണ് ഉണ്ടാവുന്നത്. ഷാലോ പ്രോസസിംഗ് എങ്ങനെയാണ്? ഷാലോ എന്ന് പറയുമ്പോൾ തന്നെ സർഫസ് ലെവലിലാണ്. ഫസ്റ്റ് ഇസ് ദി സ്ട്രക്ചറൽ പ്രോസസിംഗ്. So that is based on the appearance. നമ്മൾ ഒരു കാര്യത്തിന്റെ ഫിസിക്കൽ ക്വാളിറ്റീസ് മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. അവിടെ സ്ട്രക്ചറൽ പ്രോസസിംഗ് ആണ്. ഇപ്പൊ നമ്മളിപ്പോ ചൈനീസിൽ ഒരു ലെറ്റർ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന സമയത്ത് നമ്മൾ അതിന്റെ സ്ട്രക്ചർ മാത്രമാണ്, അതിന്റെ അപ്പിയറൻസ് മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. അപ്പൊ അതിന്റെ ഓരോ ലൈനും എത്ര ലൈൻസ് ഉണ്ട്, എങ്ങനെയാണ് തമ്മിലുള്ള ലൈൻസിന്റെ ഒരു ഓറിയന്റേഷൻ വരുന്നത്, അതൊക്കെ മാത്രമേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ അല്ലെ. നമ്മൾ അതിന്റെ മീനിങ്ങിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. ഇറ്റ്സ് ഓൺലി ബേസ്ഡ് ഓൺ ദ അപ്പിയറൻസ്. ദാറ്റ് ഈസ് കോൾഡ് ആസ് ഷാലോ പ്രോസസിംഗ്. അതുകൊണ്ടാണ് പിന്നീട് നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ എക്സാക്ട് സ്ട്രക്ചർ ഓർമ്മ ഉണ്ടാവുന്നില്ല. കാരണം ഇറ്റ് ഹാസ് നോ മീനിങ് ഫോർ അസ്. It has only structural. അവിടെ ഷാലോ ആയിട്ടുള്ള പ്രോസസിംഗ് ആണ് നടന്നിട്ടുള്ളത്. സെക്കൻഡ് എന്താ? ഇന്റർമീഡിയറ്റ് പ്രോസസിംഗ് ആണ്, ഓർ ഫോണീമിക് പ്രോസസിംഗ്. സോ ഫോണീമിക് പ്രോസസിംഗ് ബേസിക്കലി നമ്മൾ അതിന്റെ സൗണ്ട് എൻകോഡ് ചെയ്യാണ്. സോ ബേസിക്കലി ഇപ്പോ നമ്മൾ ഇതുവരെ കേൾക്കാത്തൊരു പേര് കേൾക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ സൗണ്ട് മാത്രമായിരിക്കും, നമ്മൾ അതിന്റെ മീനിങ് ഒന്നും അറിഞ്ഞിട്ടില്ല. ഇതുവരെ കേൾക്കാത്ത പേരാണ്, അത് പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഉണ്ടാവാത്ത, മേ ബി നമുക്ക് അറിയാത്തതായിരിക്കാം. സോ അതിന്റെ സൗണ്ട് ആണ് നമ്മൾ പ്രോസസ് ചെയ്യുന്നത്. ഇത് ഷാലോനേക്കാളും കുറച്ചും കൂടി ഡീപ്പാണ്, എന്നാൽ പോലും ഭയങ്കര ഡീപ്പ് ഒന്നുമല്ല. ഷാലോ പ്രോസസിംഗ് ഇൻവോൾവ്സ് മെയിൻ്റനൻസ് റിഹേഴ്സൽ മാത്രമാണ്. അപ്പൊ നമുക്ക് അതിന്റെ ലോങ് ടേം മെമ്മറിയിലേക്കൊന്നും എത്തിക്കാൻ പറ്റില്ല. കാരണം അവിടെ നമ്മൾ അതിന്റെ അർത്ഥമൊന്നും മനസ്സിലായിട്ടില്ല, അസോസിയേറ്റ് ചെയ്തിട്ടില്ല, സെമാന്റിക് ആയിട്ടുള്ള ഒന്നും നോക്കിയിട്ടില്ല. മെയിൻ്റനൻസ് റിഹേഴ്സൽ മാത്രമേ നടത്തുന്നുള്ളൂ. സോ അവിടെ ഷോർട്ട് ടേം റിട്ടൻഷൻ ഉണ്ടാവുക. തേർഡ് ഇസ് ദി ഡീപ്പർ പ്രോസസിംഗ്. ഡീപ്പ് പ്രോസസിംഗിൽ എന്താണുള്ളത്? സെമാന്റിക് പ്രോസസിംഗ് ആണ് ഉണ്ടാവുന്നത്. Which means we encode the meaning of the word and relate it to similar words with similar meaning. അപ്പൊ നമ്മൾ അതിന്റെ മീനിങ് മനസ്സിലാക്കി സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളുടെ ഒപ്പം നമ്മൾ കമ്പയർ ചെയ്ത് റിലേറ്റ് ചെയ്ത് അസോസിയേറ്റ് ചെയ്തിട്ടാണ് അവിടെ സ്റ്റോറേജ് ഉണ്ടാവുന്നത്. സോ ഡീപ് പ്രോസസിംഗ് ഇൻവോൾവ്സ് ഇലാബറേഷൻ റിഹേഴ്സൽ. So elaboration rehearsal ആണ് ഇവിടെ ഉണ്ടാവുന്നത്. More meaningful analysis is done of the information and thus it leads to better recall. സോ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇതുവരെ കാണാത്ത സാധനമാണ്, പക്ഷെ അതിന്റെ മീനിങ് മനസ്സിലായി, ഓരോന്നും എന്തുകൊണ്ടാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ പ്രീവിയസ് നോളേജ് ആയിട്ട് നമ്മൾ ലിങ്ക് ചെയ്തിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മൾ പുതിയതായിട്ടുള്ള ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വേർഡ് നമ്മളുടെ ഭാഷയിലുള്ള വേർഡ് ആയിട്ട് എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഓർക്കാൻ കുറച്ചും കൂടി സിമ്പിൾ ആയിരിക്കും. കാരണം നമ്മൾ അതിന്റെ സെമാന്റിക് ആയിട്ടുള്ള മീനിങ് നോക്കി നമ്മൾ അതിനെ അസോസിയേറ്റ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. ദാറ്റ് ഈസ് ഡീപ് പ്രോസസിംഗ്. ഡയഗ്രമാറ്റിക്കലി നോക്കുകയാണെങ്കിൽ ദിസ് ഹൗ ഇറ്റ് ഈസ്. ഷാലോ പ്രോസസിംഗ് നിന്ന് ഡീപ് പ്രോസസിംഗിലേക്ക് പോകുന്ന സമയത്ത് ഷാലോ പ്രോസസിംഗിൽ എന്താ ഉണ്ടാവും? നമ്മൾ അതിന്റെ സ്ട്രക്ചർ മാത്രമേ നോക്കുന്നുള്ളൂ. വി ആർ ലുക്കിംഗ് അറ്റ് വാട്ട് ഇറ്റ് ലുക്സ് ലൈക്ക്. സോ അതൊരു വീക്ക് ആയിട്ടുള്ള മെമ്മറി ട്രേസ് ആണ്, ഷോർട്ട് ടേം റിറ്റൻഷൻ ആണ് ഉണ്ടാവുക. സോ അതിന്റെ അതേപോലെ തന്നെ ഈ ഒരു ന്യൂറോൺസ് തമ്മിലുള്ള ഒരു ലിങ്ക് ആണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ട്രേസ് ന്യൂറോൺ ഒരു മെമ്മറി ട്രേസ് വീക്ക് ആണ്. അക്കോസ്റ്റിക് ഇസ് ബേസ്ഡ് ഓൺ വാട്ട് ഇറ്റ് സൗണ്ട്സ് ലൈക്ക്. സോ നമ്മൾ അതിനെ കുറച്ചും കൂടി ഡീപ്പ് ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. സെമാന്റിക് എന്ന് പറയുമ്പോൾ വാട്ട് ഇറ്റ് മീൻസ് നമ്മൾ മനസ്സിലാക്കി അതിന്റെ മീനിങ് നോക്കി അസോസിയേറ്റ് ചെയ്തിട്ട് സ്ട്രോങ് ആയിട്ടുള്ള മെമ്മറി ട്രേസ് ആണ് അവിടെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ലോങ് ടേം റിട്ടൻഷൻ ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക, സെമാന്റിക്കിൽ ഉണ്ടാവുക. ഓക്കെ, സോ നമ്മുടെ ലെവൽസ് ഓഫ് പ്രോസസിംഗ് ക്ലിയർ അല്ലേ? നമുക്കൊരു ക്വസ്റ്റ്യൻ ജസ്റ്റ് നോക്കാം, ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇതൊരു പറഞ്ഞ സിമ്പിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. Right, assertion എന്താണ് ഇവിടെ? We recall information accurately if it is processed at deep level rather than shallow level. Reasoning എന്താ? Processing at deep level involves
elaboration and distinctiveness. Okay. ഇതിന്റെ ആൻസർ എന്താ? സോറി, ഇവിടെ കോഡ് കൊടുത്തിട്ടില്ല, അത് ഞാൻ മിസ്സായി പോയതാണ്. ബട്ട് ABCD ആണ്. ഇതിന്റെ കറക്റ്റ് ആൻസർ നിങ്ങളുടെ ചാറ്റിലിടാം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. ഇതിന്റെ ആൻസർ എന്താ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, ഒരാൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കൊക്കെ എന്താ ഉത്തരം പറഞ്ഞോളൂ. ശരിയാണോ തെറ്റാണോ ഒന്നും നോക്കില്ല. ജസ്റ്റ് എന്താണെങ്കിലും നമുക്ക് ഇതുവരെ മനസ്സിലായത് വെച്ചിട്ട് ഉത്തരം പറഞ്ഞോളൂ. വാട്ട് ഇസ് ദി ആൻസർ? അസർഷൻ കറക്റ്റ് ആണോ? റീസൺ കറക്റ്റ് ആണോ? കറക്റ്റ് ആയിട്ടുള്ള റീസൺ ആണോ? ഓക്കെ, ആൻസേഴ്സ്. Okay, so assertion and we recall information accurately if it is processed at deep level rather than shallow level. Reason, processing at deep level involves elaboration and distinctiveness. So the correct answer is, it is the correct explanation. Because deep level ആണ് നമ്മൾ അതിനെ മനസ്സിലാക്കി, നമ്മൾ അത് ഇലാബറേറ്റ് ചെയ്ത് മനസ്സിലാക്കി, അതിന്റെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതിന്റെ എന്താണ് ഇതിന്റെ ഒരു യുണീക്നെസ്, എന്താണ് ഇതിന്റെ മുമ്പ് പഠിച്ച കാര്യങ്ങളായിട്ടുള്ള അസോസിയേഷൻ എന്നൊക്കെ നോക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ദ കറക്റ്റ് റീസൺ. So both A and R are true, and R is the correct explanation of A. Okay, that is the correct answer. Okay. Okay, so which model of memory consists of short-term memory serving as a gateway to long-term memory? This is the theory. Answer chat. Okay. There are things to answer. ശരി തെറ്റൊന്നും നോക്കണ്ട, നിങ്ങൾ ജസ്റ്റ് ഉത്തരം പറഞ്ഞാൽ മതി. സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? Okay. Yes, the correct answer is Atkinson and Shiffrin model. So multi-store model of memory ആണ്, or the modal model. അതൊരു സ്ട്രക്ചറൽ മോഡൽ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇതിനകത്ത് ബേസിക്കലി എന്താ, സെൻസറി മെമ്മറിയിൽ നിന്ന് ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് പോയി, ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ഒരു ഗേറ്റ് പോലെ ലോങ് ടേം മെമ്മറിയിലേക്ക് ചിലതൊക്കെ പോകുന്നു. സോ ദാറ്റ് ഈസ് ദി ആറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻ മോഡൽ. ഒരു ലീനിയർ രീതിയിലാണ് പോകുന്നത്. ഇൻഫർമേഷൻ പ്രോസസിംഗ് മോഡൽ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, സോ ഇതിനകത്ത് വിച്ച് സെറ്റ് ഓഫ് പ്രോസസ്സസ് ഇസ് ഇൻവോൾവ്ഡ് ഇൻ സ്റ്റോറിംഗ് ഓഫ് ഇൻഫർമേഷൻ ഇൻ ലോങ് ടേം മെമ്മറി? ലോങ് ടേം മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് ഏതൊക്കെ പ്രോസസ്സാണ്? ഇതിനകത്തുള്ള എല്ലാം നമ്മൾ പറഞ്ഞിട്ടില്ല, ബട്ട് യൂഷ്വലി ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. നമ്മളിപ്പോൾ എല്ലാം നെറ്റിന്റെ നമ്മളൊരു എക്സാമിന് പോകുമ്പോൾ അതിനകത്തുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അറിയുന്ന ഒരു അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും നമുക്ക് അറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ തീരെ സാധ്യതയില്ല. കാരണം എപ്പോഴും നമ്മൾ എത്ര അറിഞ്ഞാലും നമുക്ക് പിന്നെയും അറിയാത്ത ചില കാര്യങ്ങൾ ഉണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളാണ് ജനറലി നെറ്റിന് ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുണ്ട്. സോ നമ്മൾ വായിച്ച കൈൻഡ് ഓഫ് കോണ്ടെക്സ്റ്റ് എന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കഴിവ് നമ്മൾ എല്ലാവരും ബിൽഡ് ചെയ്തെടുക്കണം. സോ യൂഷ്വലി ഞാനിപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. നമ്മളിങ്ങനെ പുതുതായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് തന്നെ കുറച്ചുകൂടി നല്ലൊരു ഐഡിയ കിട്ടുന്നത്. ഓക്കെ, അതേപോലെ എലിമിനേഷൻ നമ്മൾ ചെയ്യാൻ പഠിക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നെറ്റൊക്കെ ഉറപ്പായും എലിമിനേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ലോങ് ടേം മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്തുള്ള ഏതൊക്കെ പ്രോസസ് ആയിരിക്കും വരുന്നുണ്ടാവുക? നിങ്ങളുടെ ആൻസർ ചാറ്റ് ബോക്സിൽ ഇട്ടോളൂ, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. What is the answer? Okay, all right. ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊന്നും പ്രശ്നമില്ല. അപ്പോൾ നിങ്ങളുടെ ആൻസർ ജസ്റ്റ് പറഞ്ഞാൽ മതി. ചങ്കിങ് എന്താണ്? ഏത് കോണ്ടെക്സ്റ്റ് ആണ് നമ്മൾ പറഞ്ഞത്? ലോങ് ടേം പൊട്ടൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കാം? പേര് കേട്ടിട്ട് എന്താ തോന്നുന്നത്? കൺസോളിഡേഷൻ എന്താ? മോണിറ്ററിംഗ് എന്താ?
Okay. Right. So the answer is option 1. Yes, option A ആണ് correct answer. So long term potentiation എന്താ നമ്മൾ ഇതുവരെ പറയാത്ത കാര്യം. ലോങ് ടേം പൊട്ടൻസിയേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഓൾറെഡി മെമ്മറി ട്രേസിന്റെ കാര്യം പറഞ്ഞു. നമ്മൾ ഒരു കാര്യം ആലോചിക്കുന്ന സമയത്ത് എന്തോ ഫയറിംഗ് ബേസിക്കലി ന്യൂറോൺസിന്റെ ഉണ്ടാവുന്നുണ്ട് അല്ലെ, രണ്ടെണ്ണം തമ്മിൽ കണക്ഷൻ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ അതേ കാര്യം വീണ്ടും 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 ചിന്തിക്കുകയാണെങ്കിൽ അത് തമ്മിലുള്ള ആ ഒരു കണക്ഷൻ, ആ ഒരു സിനാപ്സ് കുറച്ചും കൂടി സ്ട്രോങ് ആവും. അവിടെ പെർസിസ്റ്റന്റ് സ്ട്രെങ്തനിങ് ഉണ്ടാവുന്ന ആ സിനാപ്സസ് തമ്മിൽ. സോ അങ്ങനെ കുറെ കാലം ആ ഒരു സിനാപ്റ്റിക് ആക്ടിവിറ്റി വീണ്ടും വീണ്ടും സ്ട്രെങ്തൻ ആയി വരികയാണെന്ന് വെച്ചാൽ ദർ വിൽ ബി ലോങ് ലാസ്റ്റിംഗ് ഇൻക്രീസ് ഇൻ സിഗ്നൽ ട്രാൻസ്മിഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ്. ആ ന്യൂറോൺസ് തമ്മിൽ ഈ ഒരു സിഗ്നൽ ട്രാൻസ്മിഷൻ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും, ഇൻക്രീസ് ഉണ്ടാവും. ദിസ് ഇസ് കോൾഡ് എസ് ലോങ് ടേം പൊട്ടൻസിയേഷൻ. ബേസിക്കലി ലോങ് ടേം നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്ക് കൈൻഡ് ഓഫ് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് കൺസോളിഡേഷൻ എന്താ? കൺസോളിഡേഷൻ ബേസിക്കലി ഒരു ന്യൂറോ സൈക്കോളജി ടേം ആണ്. സോ ഇൻഫർമേഷൻ നമ്മുടെ ബ്രെയിനിന്റെ പല പല പാർട്സിലായിരുന്നു കൈൻഡ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ പല പല രീതിയിലായിരിക്കും ഓർഗനൈസ് ചെയ്തിട്ടുണ്ടാവുക. ഇതിനെ നമ്മൾ കൺസോളിഡേറ്റ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഒരു കാര്യത്തിനെ ഓർത്ത് അല്ലെങ്കിൽ മെമ്മറീനെ നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഇസ് കോൾഡ് എസ് കൺസോളിഡേഷൻ. So these are the processes which are linked in long-term memory. Chunking നമ്മൾ ഏത് കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞത്? ഷോർട്ട് ടേം മെമ്മറിയുടെ കോണ്ടെക്സ്റ്റിലല്ലേ പറഞ്ഞത്? നമ്പർ ഓഫ് സ്ലോട്ട്സ് എന്നുള്ളതൊക്കെ അതിനകത്തൊരു നമ്പർ ഓഫ് സ്ലോട്ട്സ് ഉള്ളതുകൊണ്ടാണല്ലോ ചങ്കിങ് യൂഷ്വലി കുറച്ചും കൂടി സിമ്പിൾ ആവുന്നത്. കാരണം ആ ഒരു സ്ലോട്ടിലേക്ക് നമ്മൾ ഫില്ല് ചെയ്യാനേ പറ്റുള്ളൂ, സ്ലോട്ട്സിന് അപ്പുറത്തേക്ക് നമുക്ക് ഓർക്കാൻ പറ്റില്ല. So chunking happens in short-term memory always, long-term memory അല്ല. അതേപോലെ മോണിറ്ററിംഗ് എന്താണ്? സോ മോണിറ്ററിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ ആണ്, ലൈക് വർക്കിംഗ് മെമ്മറിയുടെ ഒരു ഫംഗ്ഷൻ ആണ്. ബേസിക്കലി പുതിയതായിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ വീണ്ടും വീണ്ടും മോണിറ്റർ ചെയ്യുക. അതേപോലെ നമ്മൾ എന്താ ചിന്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ മോണിറ്റർ ചെയ്യുക. നമ്മൾ ചെയ്യുന്ന ടാസ്കിന് ഇറെലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യുക. ഇതൊക്കെ മോണിറ്ററിംഗിന്റെ ഭാഗമാണ്. സോ ദാറ്റ് ഈസ് ഓൾസോ നോട്ട് ഫോർ ലോങ് ടേം മെമ്മറി, അത് വർക്കിംഗ് മെമ്മറിയാണ് വരുന്നത്. ദി കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. ഓക്കെ. So നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Assertion reason ആണ്. Assertion എന്താ? In a memory experiment, participants were found to use both verbal and visual encoding while performing the given task. The reason എന്താ? Episodic buffer, which is a component of working memory, is used to integrate and store briefly the information from phonological loop and visuospatial sketchpad. ഇതിന്റെ ആൻസർ എന്താ? ചാറ്റ് ബോക്സിൽ ഇടാം. ഓക്കെ, ബാക്കിയുള്ളവർക്കൊക്കെ എന്താ തോന്നുന്നത്? അഗൈൻ തെറ്റോ എന്നുള്ളതൊന്നും നോക്കണ്ട, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ അതിടാം. ഓക്കെ ഓക്കെ, the correct answer is option A. Very good. So basically നമ്മൾ already പറഞ്ഞു എപ്പിസോഡിക് ബഫർ എന്ന് പറയുന്നത് എന്താ. സോ ഇനീഷ്യലി ആക്ച്വലി ബാഡ്ലി എൻറിച്ച്ഡ് തിയറി പറഞ്ഞ സമയത്ത് ആരും അൺമ്യൂട്ട് ആയിട്ടുണ്ട്, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അതോ ഓക്കെ. സോ ആദ്യം ബാഡ്ലി ആൻഡ് ഹിച്ച് ആക്ച്വലി ഈ രണ്ട് സിസ്റ്റംസ് മാത്രമേ പറഞ്ഞത്, വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡും ഫോണോളജിക്കൽ ലൂപ്പും മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ബട്ട് പിന്നെയാണ് ആൾക്ക് തോന്നുന്നത് അതും കൈൻഡ് ഓഫ് ഇറ്റ്സ് നോട്ട് ആക്യുറേറ്റ്, കറക്റ്റ് അല്ല. ബിക്കോസ് അത് ജസ്റ്റ് ഡിസ്കണക്റ്റഡ് ആയിട്ട് ഓരോന്നും ഓരോ ഇൻഫർമേഷൻ ഹോൾഡ് ചെയ്യുന്നു, അത്രേ പറയുന്നുള്ളൂ. ഇതിനെ കമ്പൈൻ ചെയ്ത് പ്രോസസ് ചെയ്യുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് 2000 ബാഡ്ലി ആൻഡ് ഹിച്ച് എപ്പിസോഡിക് ബഫർ എന്ന് പറയുന്ന ഒരു തേർഡ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ അതൊരു ടെമ്പററി സ്റ്റോറേജ് ഓഫ് ഇൻഫർമേഷൻ തന്നെയാണ്. ബട്ട് ഈ രണ്ട് സബ്സിഡറി സിസ്റ്റംസ്, വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ് ആൻഡ് ഫോണോളജിക്കൽ ലൂപ്പ് എന്നുള്ള ദീസ് ആർ ദ സബ്സിഡറി സിസ്റ്റംസ്. ഇതിനകത്ത് നിന്നുള്ള ഇൻഫർമേഷൻ ഹോൾഡ് ചെയ്യാനും ലോങ് ടേം മെമ്മറിയിലുള്ള ഓൾറെഡി ഉള്ള ഇൻഫർമേഷൻ നമ്മൾക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് ഹോൾഡ് ചെയ്യും. കാരണം നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ടല്ലേ ഓരോ കാര്യം പറയുന്നത്. ഇപ്പൊ നിങ്ങളൊരു ചോദ്യം എനിക്കിപ്പോ ചാറ്റ് ബോക്സിൽ ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയുന്ന സമയത്ത് ഈ ചോദ്യം ഞാൻ കാണുന്നത് അല്ലെങ്കിൽ ഞാൻ കേൾക്കുന്ന ശബ്ദം എനിക്ക് ലിങ്ക് ചെയ്യണം. അതേപോലെ എന്റെ ലോങ് ടേം മെമ്മറിയിൽ നിന്ന് ഞാൻ സ്റ്റോർ ചെയ്ത കാര്യം ഞാൻ തിരിച്ചു കൊണ്ടുവരണം. അസോസിയേറ്റ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ കാര്യം ചെയ്യാൻ. സോ ഈ രണ്ട് സബ്സിഡറി സിസ്റ്റംസ് എന്നുള്ളതും ലോങ് ടേം മെമ്മറി എന്നുള്ളതും എല്ലാം ഹോൾഡ് ചെയ്ത് ഒരു ടെമ്പററി സ്റ്റോറേജ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് എപ്പിസോഡിക് ബഫർ. ഒരു സിംഗിൾ എപ്പിസോഡിക് റെപ്രസെന്റേഷൻ ആക്കി ഒരു കമ്പൈൻഡ് ഹോൾ ആക്കി മാറ്റുന്നതാണ്
episodic buffer. So that is option A. Very good. Okay. Next നമുക്ക് നോക്കാനുള്ളത് Tullwing's model of memory ആണ്. So Tullwing's model എന്താ? It's one of the earliest and most influential distinctions of long-term memory. Long-term memory എന്ന് പറയുന്നത് നമ്മൾ ഒറ്റൊരു long-term memory എന്ന് മാത്രമേ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. Tullwing ആണ് ആദ്യമായിട്ട് ഇതിന്റെ കുറച്ച് സബ്സെക്ഷൻസ് പറഞ്ഞത്. എപ്പിസോഡിക്, സെമാന്റിക്, പ്രൊസീജറൽ മെമ്മറി എന്നൊക്കെ പറഞ്ഞിട്ട്. So explicit memory എന്ന് പറയുന്നതാണ് declarative memory. Okay, mainly long-term memory ന്റെ രണ്ട് ടൈപ്പ്, explicit memory and implicit memory. Explicit memory is also called as declarative memory. Implicit memory is also called as non-declarative memory. So, okay, right. So, explicit memory എന്ന് പറയുന്നത് declarative. എന്ന് പറഞ്ഞാൽ എന്താ? Memory with awareness. നമുക്ക് കോൺഷ്യസ്ലി റീകളക്ട് ചെയ്യാൻ പറ്റുന്നതും നമ്മൾക്ക് പറയാൻ പറ്റുന്നതും നമുക്ക് ഡിക്ലെയർ ചെയ്യാം എന്ന് വെച്ചാൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളും ബേസിക്കലി എക്സ്പ്ലിസിറ്റ് മെമ്മറി ഓർ ഡിക്ലറേറ്റീവ് മെമ്മറി. Implicit memory എന്താ? It is without our awareness. It affects our behavior. നമുക്കത് മെമ്മറി തന്നെയാണ്, നമുക്കത് റിട്രീവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമാണ്, ബട്ട് കോൺഷ്യസ്ലി നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റണമെന്നില്ല. ദാറ്റ് ഈസ് കോൾഡ് as നോൺ ഡിക്ലറേറ്റീവ് മെമ്മറി. ബേസിക്കലി നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടായിട്ടുള്ളത് എന്തായിരിക്കും? നോൺ ഡിക്ലറേറ്റീവ് മെമ്മറി. സോ നമ്മൾ ജസ്റ്റ് ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുകയാണ് മെമ്മറിന്റെ ഷോർട്ട് ടേം മെമ്മറി ഉണ്ട്, ലോങ് ടേം മെമ്മറി ഉണ്ട്. ലോങ് ടേം മെമ്മറിന്റെ രണ്ട് ടൈപ്സ് ഏതൊക്കെയാ? എക്സ്പ്ലിസിറ്റ്, വിച്ച് ഇസ് കോൺഷ്യസ് ഓർ ഓൾസോ കോൾഡ് as ഡിക്ലറേറ്റീവ്, ആൻഡ് ഇംപ്ലിസിറ്റ്, വിച്ച് ഇസ് അൺകോൺഷ്യസ്, ഓൾസോ കോൾഡ് as നോൺ ഡിക്ലറേറ്റീവ്. ഈ എക്സ്പ്ലിസിറ്റിന്റെയും ഇംപ്ലിസിറ്റിന്റെയും കുറച്ച് സബ് ടൈപ്സ് ഉണ്ട്. എക്സ്പ്ലിസിറ്റിന്റെ രണ്ട് സബ് ടൈപ്സ് ആണ് സെമാന്റിക്കും എപ്പിസോഡിക്കും. ഇംപ്ലിസിറ്റിന്റെ സബ് ടൈപ്പ് ആണ് പ്രൊസീജറൽ. സോ എക്സ്പ്ലിസിറ്റ് എങ്ങനെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡിക്ലറേറ്റീവ് ആണ്, കോൺഷ്യസ് ആയിട്ടുള്ളതാണ്, നമുക്ക് കോൺഷ്യസ്ലി റീകോൾ ചെയ്യാനും ഡിക്ലെയർ ചെയ്യാനും പറ്റും. അതേപോലെ ഒരു ക്വസ്റ്റ്യന് നമുക്ക് ഡയറക്റ്റ്ലി ഒരു ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു. രണ്ട് സബ് ടൈപ്സ് ഏതൊക്കെയായിരുന്നു? എപ്പിസോഡിക്കും സെമാന്റിക്കും ആണ്. എപ്പിസോഡ് ഇസ് ഇൻഫർമേഷൻ അബൌട്ട് ഇവന്റ്സ് ഓർ എപ്പിസോഡ്സ്. സോ നമ്മൾ ഇതിനെ പറ്റിയിട്ടുള്ള ഇവന്റ്സ് ഓർ എപ്പിസോഡ്സ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതാണ്. അബൌട്ട് എപ്പിസോഡ്സ് ഫ്രം ആർ ഓൺ ലൈഫ് ഓർ ഇവന്റ്സ് ഫ്രം ആർ ഓൺ ലൈഫ്. സോ ഇന്ന് ഉച്ചയ്ക്ക് എന്താണ് കഴിച്ചത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ്? ഞാൻ ചോറും മോരുകറിയും കഴിച്ചു എന്ന് പറഞ്ഞാൽ അത് എപ്പിസോഡിക് മെമ്മറിയാണ്. ബിക്കോസ് ഇറ്റ്സ് എൻ ഇവന്റ് ഫ്രം ആർ ഓൺ ലൈഫ് ആൻഡ് അതൊരു കോൺഷ്യസ് ആയിട്ട് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതും ഉത്തരമായിട്ട് പറയാൻ പറ്റുന്നതുമാണ്. സെമാന്റിക് ഇൻഫർമേഷൻ ആണ് മറ്റേ ടൈപ്പ്. Semantic information, it's about general knowledge, about school work, about facts. നമ്മളുടെ personal life associated ആയിട്ടുള്ളതല്ല, but it's information that we have learned over our life. That is in semantic information. The two kinds of explicit memory. Okay. So episodic memory എന്താ? Storing information about events that we have experienced in our lives. It's also conceptualized as knowing that, like നിങ്ങളുടെ ബർത്ത്ഡേ എന്നാണ് എന്ന് ചോദിക്കുമ്പോൾ I know that my birthday is on March whatever. അതൊക്കെ knowing that ആണ്. You know that your memories is that. Okay. Or you know that you had rice for lunch. You know that your best friend's name is whatever. Other. So ശരി, നമ്മൾ എപ്പോഴാണ് ലാസ്റ്റ് കോളേജിൽ പോയത്, എങ്ങനെയാണ് പോയത്, ഇതൊക്കെ നമ്മളുടെ പേഴ്സണൽ ലൈഫ് എന്നുള്ള വി നോ ദാറ്റ്. ഓക്കെ. So it's general facts and semantic എന്ന് പറയുന്നത് it's general facts and informations or definitions about the world. This is about semantic. സോ ഒരു കാറിൽ എത്ര ടയേഴ്സ് ഉണ്ട്, എന്താ സൂര്യൻ ഏത് ദിക്കിലാണ് ഉദിക്കുന്നതും അസ്തമിക്കുന്നതും, ഒരു ബനാനയുടെ കളർ എന്താണ്, ഇതൊക്കെ ജനറൽ ഫാക്ട്സ് ആൻഡ് ഡെഫിനിഷൻസ് അബൌട്ട് ദ വേൾഡ്. നമുക്കൊരു ഇത് നമ്മളുടെ പേഴ്സണൽ ലൈഫ് ആയിട്ടുള്ള ഒരു ബന്ധമില്ല. ഇറ്റ് ഡസ് നോട്ട് ഡിപെൻഡ് ഓൺ ടൈങ് ഇറ്റ് ടു അവർ ലൈഫ്. ഓക്കെ. The semantic memory എന്ന് പറയുന്നത് എന്താ? Responsible for storing information about the world. So it includes knowledge about the meaning of words as well as general knowledge. So New Delhi Indian capital ആണ് എന്നുള്ള പോലത്തേക്ക്. So ഇതും അതെ knowing that ആണ്. You know that these are the colors of the rainbow. Vibjyor ആണ് the colors of the rainbow. You know that you know that the world is a big place. You know that the earth is a planet. ഇതെല്ലാം knowing that ആണ്. നോൺ ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ തോട്ടിനെയും ബിഹേവിയറിനെയും ഇൻഫ്ലുവൻസ് ചെയ്യും, ബട്ട് നമ്മുടെ കോൺഷ്യസ്നെസ്സിലേക്ക് കടക്കുന്നില്ല.
സോ ഒരു സ്പെസിഫിക് ലേൺഡ് ആയിട്ടുള്ള സ്കിൽസ് അല്ലെങ്കിൽ ഹാബിച്വൽ റെസ്പോൺസസ് യൂഷ്വലി ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെയാണ് മെമ്മറി പ്രൊസീജിയറൽ മെമ്മറിയിൽ വരുന്നത്. സോ ഫോർ എക്സാമ്പിൾ റൈഡിങ് എ ബൈക്ക്, നമ്മളുടെ ടൈങ് എ ഷൂ ലേസ്. ഹൗ ഡു യു റൈഡ് എ ബൈക്ക് എന്നുള്ളത് നിങ്ങൾക്ക് ഓരോരോ സ്റ്റെപ്പും മേ ബി സ്റ്റെപ്പായിട്ട് പറയാൻ പറ്റും, ബട്ട് എക്സാക്ട്ലി അതിന്റെ ഉത്തരമായിട്ട് പറയാൻ പറ്റില്ല. യു ജസ്റ്റ് നോ ഇറ്റ്. നിങ്ങൾക്കത് അറിയാം, ബട്ട് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന, ഡിക്ലെയർ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. സോ പ്രൊസീജിയറൽ മെമ്മറീസ് ഇംപ്ലിസിറ്റ് ആവുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾക്ക് അതിന്റെ കോൺഷ്യസ് ആയിട്ടുള്ള സ്റ്റെപ്പ് ഓരോ തവണയും ഓർത്തിട്ടൊന്നുമല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മളത് ഓട്ടോമാറ്റിക്കലി ചെയ്തു പോകുന്നതാണ്. സോ പ്രൊസീജിയറൽ മെമ്മറി ആണ് നമ്മളുടെ ലോങ് ടേം മെമ്മറിയിൽ നോയിങ് ഹൗ ടു ഡു തിങ്സ് വരുന്നത്. സോ ബേസിക്കലി മോട്ടോർ സ്കിൽസ് എല്ലാം പ്രൊസീജിയറൽ മെമ്മറിയിലാണ് വരുന്നത്. ഹൗ ടു സ്വിം, ഹൗ ടു റൈഡ് എ സൈക്കിൾ, ഇതൊക്കെ നോയിങ് ഹൗ ആണ്. സോ നമ്മുടെ കോൺഷ്യസ് ആയിട്ടുള്ള തോട്ട് ഒന്നും ആവശ്യമില്ല, ഇറ്റ്സ് അൺകോൺഷ്യസ് ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാവുന്നതാണ്. ഇറ്റ് ഈസ് നോട്ട് ഡിക്ലറേറ്റീവ്. Last is autobiographical memory. So autobiographical memory refers to our memory for specific episodes. So basically episodic memory പോലെ തന്നെയാണ്. ആൻഡ് നമ്മളുടെ ഓട്ടോബയോഗ്രാഫിക്കൽ നോളജ്, നമ്മളുടെ ലൈഫിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ ലോങ് ടേം മെമ്മറിയിൽ ഹോൾഡ് ചെയ്ത് എപ്പിസോഡിക് മെമ്മറി വഴി നമ്മളുടെ ലൈഫിലെ ഓരോ കാര്യങ്ങൾ നമുക്ക് ഓർമ്മ ഉണ്ടാവും. ആൻഡ് നമ്മളുടെ ഓൾസോ അറ്റ് ദ സെയിം ടൈം നമ്മളുടെ അബൌട്ട് ആർ ലൈഫിനെ പറ്റിയിട്ടുള്ള നോൺ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഓർമ്മ ഉണ്ടാവും. ലൈക്ക് നിങ്ങളുടെ പേരൻസിന്റെ പേരെന്താണ്, നിങ്ങളുടെ പേരെന്താണ്, അങ്ങനത്തെ കൈൻഡ് ഓഫ് എപ്പിസോഡിക് മെമ്മറി. സോ ഇറ്റ് ഹോൾഡ്സ് ആർ എപ്പിസോഡിക് മെമ്മറി ആസ് വെൽ ആസ് ആർ കൺസെപ്ച്വൽ, ജെനറിക് ആൻഡ് സ്കീമാറ്റിക് നോളജ് ഓഫ് അവർ ലൈഫ്സ് ഓർ ഓട്ടോബയോഗ്രഫിക്കൽ നോളജ്. ഞാൻ പഠിച്ച സ്കൂൾ ഏതാണ്, അതൊക്കെ നമ്മുടെ ഓട്ടോബയോഗ്രഫിക്കൽ നോളജ് ആണ്. സോ ഇതെല്ലാം ലോങ് ടേം മെമ്മറിയുടെ തന്നെ ഭാഗമാണ്. സോ ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി ബേസിക്കലി ഒറ്റൊരു എപ്പിസോഡ് എന്നുള്ള രീതിയിലാവില്ല, ബട്ട് ഒരു കോമ്പൈലേഷൻ ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോളജ്. നമ്മുടെ ഒരു മെമ്മറിന്റെ ഭാഗമായിട്ട് നമ്മൾ റിമെമ്പർ ചെയ്യുന്ന സമയത്ത്, നിങ്ങളുടെ സ്കൂൾ കാലഘട്ടത്തെ പറ്റി ഞാൻ ചോദിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ 10th സ്റ്റാൻഡേർഡിൽ എക്സാം എഴുതിയ പ്രോസസ്സ്, ഐ മീൻ എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ആലോചിക്കുന്ന സമയത്ത്, നിങ്ങൾ ആ പോയ ഏത് സ്കൂളിലാണ് നിങ്ങൾക്ക് സെന്റർ കിട്ടിയത്, അവിടെ പോയി എഴുതിയപ്പോൾ ഉണ്ടായിരുന്ന ഇവന്റ്സ്, നിങ്ങളുടെ ഫ്രണ്ട്സ് മേ ബി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്, നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഇമോഷൻസ്, പ്ലസ് മേ ബി ഈവൻ ചോദിച്ച ചില ചോദ്യങ്ങൾ പോലും ഓർമ്മ ഉണ്ടാവാം. അല്ലെങ്കിൽ ഓവറോൾ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഈ സബ്ജക്ട് എനിക്ക് ഡിഫിക്കൽട്ട് ആയിരുന്നു, ഇത് കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനത്തെ പല കൈൻഡ്സ് ഓഫ് നോളേജ് കൂടി നമ്മുടെ പേഴ്സണൽ ലൈഫിനെ പറ്റി ലിങ്ക് ചെയ്യുന്നതാണ് ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറീസ്. സോ നമ്മൾ ബേസിക്കലി കൺസ്ട്രക്ട് ചെയ്യാണ് ആ ഒരു ഓരോരോ മെമ്മറീസ്. കുറെ ഡിസ്ജോയിന്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഇമോഷൻസ് മാത്രം, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ആ ഒരു സെറ്റിംഗ് മാത്രമല്ല, എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഹോൾ ആയിട്ടുള്ള ഒരു റിമെമ്പറിംഗ് പ്രോസസ്സാണ് ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി ബേസിക്കലി. ഇതുവരെ പറഞ്ഞ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും എലാബറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ പറഞ്ഞോളൂ. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, സോ നമ്മൾ ഇപ്പൊ ഈ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. സോ ജസ്റ്റ് ടു സമറൈസ്, നമ്മൾ ഇതുവരെ പറഞ്ഞ എന്തൊക്കെയാ, നമ്മൾ ഓരോ മോഡൽസിനെ പറ്റി പറഞ്ഞു, നമ്മുടെ 3 ഡിഫറെന്റ് സ്റ്റോഴ്സിനെ പറ്റി പറഞ്ഞു, സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി, അതിന്റെ കപ്പാസിറ്റി എത്രയാണ്, ഡ്യൂറേഷൻ എത്രയാണ്, നമ്മൾ മില്ലേഴ്സ് മാജിക് നമ്പർ പറഞ്ഞു, ചങ്കിങ്ങിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു, കുറെ കാര്യങ്ങൾ നമ്മൾ ഇതുവരെ പറഞ്ഞു അല്ലെ. അത് കഴിഞ്ഞിട്ട് വർക്കിംഗ് മെമ്മറി എന്താണെന്ന് നോക്കി, സോ മെനി തിങ്സ്. ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് പോലെ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നോക്കിയത്. ഇൻഫർമേഷൻ പ്രോസസിംഗ് മോഡൽ പോലെയാണ് മോഡാൽ മോഡൽ. ആറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻ ആണ് അത് സജസ്റ്റ് ചെയ്തത്. ബാഡ്ലി ആൻഡ് ഹിച്ച് ആണ് വർക്കിംഗ് മെമ്മറി സജസ്റ്റ് ചെയ്തത്. സെൻട്രൽ എക്സിക്യൂട്ടീവ് എന്താണ്, വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ് എന്താണ്, ഫോണോളജിക്കൽ ലൂപ്പ് എന്താണ്, എപ്പിസോഡിക് ബഫർ എന്താണ് നമ്മൾ പറഞ്ഞു. ലെവൽസ് ഓഫ് പ്രോസസിംഗ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, ഡീപ് പ്രോസസിംഗും ഷാലോ പ്രോസസിംഗും എങ്ങനെയാണ് വരുന്നത്, ഒന്ന് ബേസിസ് ഓൺ വിഷ്വൽ, ഒന്ന് ബേസിസ് ഓഫ് ഓഡിറ്ററി, ആൻഡ് ദ ഡീപ്പസ്റ്റ് ലെവൽ ഇസ് ബേസ്ഡ് ഓൺ സെമാന്റിക് ഓർ മീനിങ്. ആൻഡ് മെമ്മറി ട്രീസ് എങ്ങനെയാണ് കുറച്ചും കൂടി സ്ട്രോങ് ആവുന്നത് പറഞ്ഞു. അതേപോലെ പിന്നെന്താ നമ്മൾ നോക്കിയത്, നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി. ചങ്കിങ് എന്താണ്, ലോങ് ടേം പൊട്ടൻസിയേഷൻ എന്താണ്, കൺസോളിഡേഷൻ എന്താണ് നമ്മൾ നോക്കി. ടൾവിങ്സ് മോഡലിനെ പറ്റി പറഞ്ഞു. ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി ഏതൊക്കെയാണ്, ലോങ് ടേം മെമ്മറിന്റെ പാർട്സ് ആയിട്ടുള്ള ഡിക്ലറേറ്റീവ്, നോൺ ഡിക്ലറേറ്റീവ്, എപ്പിസോഡിക്, സെമാന്റിക്, പ്രൊസീജറൽ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ആൻഡ് ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി വെച്ചിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്.
ഓക്കെ, സോ പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നും ഇല്ല വെച്ചാൽ വി കൻ വൈൻഡ് അപ്പ്. ഓക്കെ, സോ ഐ ഗെസ് എല്ലാവർക്കും ക്ലിയർ ആണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട കേട്ടോ. സെൻട്രൽ എക്സിക്യൂട്ടീവ്സിന്റെ ആ കണക്ഷൻ അതൊന്നുകൂടെ ചുരുക്കി പറയുമോ? സെൻട്രൽ എക്സിക്യൂട്ടീവിന്റെ ഓക്കെ, സോ ബേസിക്കലി സെൻട്രൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് എന്താ, നമ്മളുടെ വർക്കിംഗ് മെമ്മറിയിൽ എന്താണ് നമ്മൾ ഇപ്പൊ അറ്റൻഡ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്ന യൂണിറ്റ് ആണ് സെൻട്രൽ എക്സിക്യൂട്ടീവ്. സോ ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് ഡയഗ്രമാറ്റിക്കലി, സെൻട്രൽ എക്സിക്യൂട്ടീവ് ആണ് ബേസിക്കലി തീരുമാനിക്കുന്നത്. ഇപ്പൊ വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡിൽ നിന്ന് നമുക്ക് വിഷ്വൽ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്, അതേപോലെ ഓഡിറ്ററി ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഏതിനെ വേണം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ഒരു സമയത്ത്, നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ അറ്റൻഷൻ തിരിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നതാണ് സെൻട്രൽ എക്സിക്യൂട്ടീവ്. സോ ബേസിക്കലി അതൊരു എന്ത് നമ്മൾ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് തീരുമാനിക്കുന്നത്. സോ സെൻട്രൽ എക്സിക്യൂട്ടീവ് ആണ് ഏത് സ്ഥലത്തേക്ക് അറ്റൻഷൻ പോകണം എന്നുള്ളത് ഡയറക്റ്റ് ചെയ്യുന്നതും ഏത് ആക്ടിവിറ്റി നമ്മൾ അറ്റൻഡ് ചെയ്യണം എന്നുള്ള പ്രയോറിറ്റി കൊടുക്കുന്നത്. ദാറ്റ് ഈസ് സെൻട്രൽ എക്സിക്യൂട്ടീവ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? സോ കൺസോളിഡേഷൻ അല്ലേ, സെക്കൻഡ് കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ പല കാര്യങ്ങളും, ഇപ്പൊ നമ്മൾ കുറെ മെമ്മറി സ്റ്റോർസിനെ ഒക്കെ പറ്റി പറഞ്ഞു അല്ലേ. എപ്പിസോഡിക് മെമ്മറി എപ്പിസോഡിക് സ്റ്റോറിലാണ്, സെമാന്റിക് മെമ്മറി സെമാന്റിക് സ്റ്റോറിലാണ്. കൺസോളിഡേഷൻ വഴിയാണ് നമ്മൾ ഈ ഡിഫറെന്റ് ആയിട്ട് സ്ഥലത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരുമിച്ച് കമ്പൈൻ ചെയ്ത ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ റീകോൾ ചെയ്യാൻ പറ്റുന്നത്. So information is stored in various parts of the brain and it's put together quickly. A consolidate ചെയ്യാണ്, basically combine ചെയ്ത് മനസ്സിലാക്കുന്നതാണ് consolidation എന്ന് പറയുന്ന പ്രോസസ്. സോ നമ്മൾ ഒരു കാര്യം പുതുതായിട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ മീനിങ് നോക്കി ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻ ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് ഓർഗനൈസ് ചെയ്തിട്ടൊക്കെയാണ് റിമെമ്പർ ചെയ്യുക. അതൊക്കെ കൺസോളിഡേഷന്റെ റിലേറ്റഡ് ആണ്. അപ്പം ഈ ലോങ് ടേമിലുള്ള കൺസോളിഡേഷൻ നമ്മുടെ വർക്കിംഗ് മെമ്മറിയിലുള്ള എപ്പിസോഡിക് ബഫർ പോലെ തന്നെയാണോ, സിമിലർ ആണോ രണ്ടും? എപ്പിസോഡിക് ബഫർ ഒബ്വിയസ്ലി ഷോർട്ട് ടേം ആണ്, വളരെ ഷോർട്ട് ടേം ആയിട്ട് വരുന്നതാണ്. ആൻഡ് അതൊരു കൈൻഡ് ഓഫ് എപ്പിസോഡിക് ബഫർ ഒരു കോമ്പണന്റ് ഓഫ് വർക്കിംഗ് മെമ്മറി ആണല്ലോ. കൺസോളിഡേഷൻ ജസ്റ്റ് ഒരു പ്രോസസ് ആണ്. കൺസോളിഡേഷൻ വഴിയാണ് നമ്മൾ ഈ ഇൻഫർമേഷൻ ഓർഗനൈസ് ചെയ്യുന്നതും ഹോൾഡ് ചെയ്യുന്നതും. അത് കൂടുതലും ന്യൂറോ സൈക്കോളജിയിലാണ് പറയാറ്. സോ ജസ്റ്റ് അങ്ങനെയാണ് നമ്മൾ അതിനെ കൺസെപ്ച്വലൈസ് ചെയ്യുക. കൺസോളിഡേഷൻ ഇസ് എ പ്രോസസ്, whereas central executive episodic buffer is a store, but kind of function kind of similar in വേണമെങ്കിൽ പറയാം. ഓക്കെ, ശരി. ഓക്കെ, ഓൾറൈറ്റ്, എന്നാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഹോപ്പ്ഫുള്ളി നമുക്ക് ഇനിയും പിന്നീടുള്ള ക്ലാസ്സസിന് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻ. താങ്ക് യു.